Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. ഊണൊക്കെ കഴിച്ച എല്ലാവരും? അതെ കഴിച്ചു. അന്നം കഴിച്ചിട്ടില്ല അല്ലെ? ഭക്ഷണം കഴിച്ചിട്ടില്ല അല്ലെ? അപ്പൊ നമ്മള് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മള് ക്ലാസിഫിക്കേഷൻ ഓഫ് ഹോസ്പിറ്റൽസ് ആണ് കണ്ടത് അല്ലെ? നിങ്ങളത് വായിച്ചു നോക്കിയിരുന്നോ? ഗുഡ് ആഫ്റ്റർനൂൺ സോണിയ. എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ കേട്ടോ. അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സില് ക്ലാസിഫിക്കേഷൻ ഓഫ് ഹോസ്പിറ്റൽസ് ആണ് നമ്മൾ കണ്ടത്. നിങ്ങളെല്ലാവരും വായിച്ചു നോക്കിയിരുന്നോ? ആരുടെ റിപ്ലൈ ഒന്നുമില്ലല്ലോ. അപ്പൊ നമ്മുടെ ജോബി ഉണ്ടോ? ജോബി ലിബിൻ ഉണ്ടോ? നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ ലെങ്ത് ഓഫ് സ്റ്റേയിനെ അടിസ്ഥാനമാക്കിയിട്ട് എത്രയായിട്ട് ക്ലാസിഫൈ ചെയ്ത് ഹോസ്പിറ്റലിനെ താമസത്തിന്റെ ദൈർഘ്യത്തിനനുസരിച്ച് ലെങ്ത് ഓഫ് സ്റ്റേയില് ഷോർട്ട് സ്റ്റേ ഹോസ്പിറ്റൽ എന്നും ലോങ് സ്റ്റേ ഹോസ്പിറ്റൽ എന്നും പറഞ്ഞിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഷോർട്ട് സ്റ്റേ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? അതായത് കുറച്ച് ദിവസം മാത്രം ഹോസ്പിറ്റലിൽ സ്റ്റേ ചെയ്യുന്നതായിരിക്കും. ഒരു 2 or 3 days ആയിരിക്കും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുക, ഇൻ പേഷ്യന്റ് ആയിട്ട് ആകുന്നത്. ലോങ് സ്റ്റേ ഹോസ്പിറ്റലോ? മോർ ദാൻ ഇപ്പൊ 1 month അല്ലെങ്കിൽ 1 year ഒക്കെ ആണെങ്കിൽ ലോങ് സ്റ്റേ എന്ന് പറയാം. വെരി ഗുഡ് ജോബി. പിന്നെ അതിനൊരു എക്സാമ്പിള് ഇനി അടുത്തതാണ്. എക്സാമ്പിൾ പറഞ്ഞല്ലോ. ലോങ് സ്റ്റേ ഹോസ്പിറ്റലിന് എക്സാമ്പിൾ പറയാമോ? ലോങ് സ്റ്റേ ഹോസ്പിറ്റലിന് ഈ പാലിയേറ്റീവ് ഹോസ്പിറ്റൽ ഒക്കെ അതിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, ശരി. പിന്നെ എന്താണ് നമ്മുടെ പിന്നെ ഐശ്വര്യ ഉണ്ടോ? ഐശ്വര്യ പി. അഞ്ജു ആരുല്ലേ? എല്ലാവരും ഓൺ ചെയ്തിട്ട് പോയോ? സൗണ്ട് വളരെ കുറവാണെന്നോ? കേൾക്കുന്നുണ്ടോ? അപ്പൊ കുറച്ചുകൂടി സൗണ്ട് തോന്നുന്നുണ്ടോ? ക്ലിയർ അല്ല. അപ്പൊ കേൾക്കാം. അതായത് സൗണ്ട് കുറച്ചിട്ടേക്കായിരുന്നു, അതാണ് കാര്യം. സൗണ്ടിൽ വെക്കാം കേട്ടോ. ശരി. അപ്പൊ നമ്മുടെ ഐശ്വര്യ ഉണ്ടോ? ഐശ്വര്യ പി ഇല്ല. പിന്നെ ഷിജിന ഷാജഹാൻ ഉണ്ടോ? എല്ലാവരും ഓൺ ചെയ്ത് വെച്ച് പോയി തോന്നുന്നു അല്ലെ? ശരി. ഇനി നമുക്ക് ആ ക്ലാസിഫിക്കേഷൻ ഓഫ് ഹോസ്പിറ്റലിനകത്ത് കുറച്ചൊരു അബ്രീവിയേഷൻസ് ആണ് നമുക്ക് നോക്കാനുള്ളത് അല്ലെ? അപ്പൊ നമുക്ക് അബ്രീവിയേഷൻ നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് ഇന്ന് പുതിയൊരു ചാപ്റ്റർ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്നിട്ട് അത് കുറച്ച് കഴിയുമ്പോൾ നമുക്കൊരു 15 minutes അബ്രീവിയേഷൻസ് മാത്രമായിട്ട് നമുക്ക് നോക്കാം കേട്ടോ. നമ്മുടെ ഓക്കെ അല്ലേ? അങ്ങനെ ചെയ്താൽ പോരെ? അങ്ങനെ ചെയ്യാം. കാരണം കുറച്ച് ഒരു അബ്രീവിയേഷൻസ് മാത്രമേ നമുക്ക് അതിൽ പറയാനുള്ളൂ കേട്ടോ. അപ്പോ അത് നമുക്ക് ലാസ്റ്റ് നോക്കാം. ഇന്ന് നമുക്ക് പുതിയൊരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഞാൻ ഓൾ മ്യൂട്ട് കൊടുക്കട്ടെ. നോട്ടൊക്കെ എടുത്തു വെച്ചോളൂ കേട്ടോ. കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോട്ട് തരാനുണ്ട്. വലിയ നോട്ടല്ല, ചെറിയൊരു നോട്ട്. അപ്പൊ നോട്ടൊക്കെ എല്ലാവരും റെഡിയാക്കി വെച്ചോളൂ കേട്ടോ. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് തുടങ്ങാം. നമ്മൾ ഇന്നൊരു പുതിയൊരു ചാപ്റ്റർ ആണ് തുടങ്ങാൻ പോകുന്നത്. ചാപ്റ്ററിന്റെ നമ്പർ നോട്ട് ചെയ്ത് വെച്ചോളൂ. ചാപ്റ്റർ നമ്പർ 18 ആണ് കേട്ടോ. 18ാമത്തെ ചാപ്റ്റർ ആണ് ലബോറട്ടറി സർവീസ് കേട്ടോ. ഇതാണ് ലബോറട്ടറി സർവീസ്, ലബോറട്ടറി സേവനങ്ങൾ എന്ന് പറയുന്ന ഒരു പുതിയൊരു ചാപ്റ്റർ ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ തുടങ്ങാനായിട്ട് പോകുന്നത്. ഓക്കെ. അപ്പൊ നമുക്കറിയാം ലാബ് എന്താന്നുള്ളത് നമുക്കറിയാം അല്ലെ? ലബോറട്ടറി എന്ന് പറഞ്ഞാൽ ആ വാക്കിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? പരീക്ഷണശാല അഥവാ ഗവേഷണശാല എന്നൊക്കെയാണ് അർത്ഥം ലബോറട്ടറിയുടെ മീനിങ് അല്ലെ? അപ്പൊ ലബോറട്ടറിനെ നമ്മൾ ചുരുക്കി പറയുന്നതാണ് എന്ത്? ലാബ് എന്ന് പറയുന്നത് അല്ലെ? ലാബ് എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ല. കാര്യം എന്താ? എല്ലാവർക്കും അറിയാം അല്ലെ? ലാബ് എന്താണെന്ന് അറിയാം. ലാബ് എന്ന് പറഞ്ഞാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് പറയണമെങ്കിൽ എങ്ങനെ പറയാം?
ബ്ലഡ്, അതുപോലെ തന്നെ യൂറിൻ, പിന്നെന്താണ് സ്പ്യൂട്ടം, സ്റ്റൂള്, ഇങ്ങനെയുള്ള ക്ലിനിക്കൽ സ്പെസിമെൻസ് ഒക്കെ പരിശോധിക്കുന്ന ഒരു സ്ഥലമാണ് എന്തെന്ന് പറയുന്നത്, ലാബ് എന്ന് പറയുന്നത് അല്ലേ. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇതൊക്കെ പരിശോധിക്കുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ബ്ലഡും യൂറിനും ഇതൊക്കെ നമ്മൾ എന്തിനു വേണ്ടിയിട്ട് ടെസ്റ്റ് ചെയ്യുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്? പറയൂ. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്? അതെ, ഷിഫ കറക്റ്റ് ആണ് അല്ല, രോഗനിർണയം അല്ലെ. രോഗനിർണയത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇത്തരത്തിലുള്ള ക്ലിനിക്കൽ സ്പെസിമെൻസ്, അതെ ഷിജ്ന, ഐഡന്റിഫൈഡ് ഡിസീസസ്, അതെ, അസുഖം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇത്തരം ക്ലിനിക്കൽ സ്പെസിമെൻസിൽ പരിശോധന നടത്തുന്നത്. അപ്പൊ എന്താണ് ക്ലിനിക്കൽ സ്പെസിമെൻസ് എന്ന് പറഞ്ഞാൽ? ക്ലിനിക്കൽ സ്പെസിമെൻസ് അഥവാ ബയോളജിക്കൽ സ്പെസിമെൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ നിന്ന് രോഗനിർണയത്തിന് വേണ്ടിയിട്ട് കളക്ട് ചെയ്യുന്ന സാമ്പിളുകൾ അല്ലെ, മെറ്റീരിയൽസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്ലിനിക്കൽ സ്പെസിമെൻസ് അഥവാ ബയോളജിക്കൽ സ്പെസിമെൻസ് എന്ന് പറയുന്നത്. അതേ മോളെ, ആശ കറക്റ്റ് ആണ് കേട്ടോ. സാമ്പിളുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്ലിനിക്കൽ സ്പെസിമെൻസ്. അതെന്തൊക്കെയാവാം? ബ്ലഡ് ആവാം അല്ലെ, യൂറിൻ ആവാം, അതുപോലെ തന്നെ സ്പ്യൂട്ടം, കഫമാവാം, സ്റ്റൂള്, മലം അല്ലെ, അതുപോലെ തന്നെ സെറം, പ്ലാസ്മ, ടിഷ്യൂസ്, സെല്ലുകൾ, ഇതൊക്കെ എന്താണ്? ക്ലിനിക്കൽ സ്പെസിമെൻസ് ആണ്. അപ്പൊ നമുക്ക് ലാബ് എന്താന്നുള്ളത് നമുക്കറിയാം. പക്ഷെ അവിടെ ചിന്തിക്കേണ്ടത് ഒരു ലാബിന്റെ പ്രസക്തി എന്താണ്, ഒരു ലാബിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, ഇത് നമ്മൾ മനസ്സിലാക്കി വെക്കണം. അതുപോലെ തന്നെ ഈ ഒരു ചാപ്റ്ററിനകത്ത് നമ്മൾ ലാബ് തരുന്ന സേവനങ്ങൾക്ക് അനുസരിച്ച് നമുക്ക് ലാബിനെ പല ഡിവിഷൻസുകളായിട്ട് ക്ലാസിഫൈ ചെയ്യാം. അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഈ ഒരു ചാപ്റ്ററിനകത്ത് പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ലാബിന്റെ ഒരു ഹൈറാർക്കി, അവിടുത്തെ ഒരു അധികാര ശ്രേണി, അവിടുത്തെ സ്റ്റാഫുകൾ എങ്ങനെയാണ്, അതിൽ ഉയർന്ന തലത്തിലുള്ളവരാണ്, താഴ്ന്ന തലത്തിലുള്ളവരാണ്, അങ്ങനെയൊക്കെയുള്ള ഒരു ഹൈറാർക്കി, അധികാര ശ്രേണി. അപ്പൊ അതിനെ കുറിച്ച് നമുക്ക് പറയുന്നുണ്ട്. പിന്നെ ഒരു ലാബിന്റെ സേഫ്റ്റി മെഷേഴ്സ്, ഒരു ലാബിൽ എടുക്കേണ്ട സേഫ്റ്റി മെഷേഴ്സുകൾ എന്തൊക്കെയാണ്, പിന്നെ എന്താണ് ലാബിൽ ചില എന്താ പറയാ പ്രൊസീജിയേഴ്സ്, റെഗുലേഷൻസ് ഒക്കെ ഉണ്ട്. ചില പ്രൊസീജിയേഴ്സ് ഉണ്ട് ഒരു ലാബിനകത്ത് നമ്മൾ സാമ്പിള് കളക്ട് ചെയ്യുമ്പോഴും സ്വീകരിക്കുമ്പോഴൊക്കെ കുറെ പ്രൊസീജിയേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ നമുക്കറിയാം, നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ലാബിന്റെ ഒക്കെ ഫ്രണ്ടിൽ എന്തായിരിക്കും? വാർണിംഗ് സൈനുകൾ കാണും അല്ലെ, സൈനേജ് ബോർഡുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങൾക്ക് ചിത്രങ്ങൾ അടക്കം തന്നെ നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്ററിനകത്ത് പറയുന്നുണ്ട്. പിന്നെ എന്താണ്? ലാബ് മാനേജറുടെ റെസ്പോൺസിബിലിറ്റീസ് എന്തെല്ലാമാണ്? നമ്മൾ ബ്ലഡ് ബാങ്ക് പഠിച്ചു കഴിഞ്ഞപ്പോൾ ബ്ലഡ് ബാങ്ക് മാനേജറുടെ റെസ്പോൺസിബിലിറ്റീസ് നമ്മൾ കണ്ടിരുന്നു അല്ലെ. അതുപോലെ തന്നെ ലാബ് മാനേജറുടെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്? അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിനകത്ത് മനസ്സിലായത്. ലാബ് സംബന്ധമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, വലിയ ഡെപ്തിലല്ല, പക്ഷെ ഒരു ഔട്ട്ലൈൻ കേട്ടോ. അതുപോലുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിനകത്ത് ഡിസ്കസ് ചെയ്ത് പോകുന്നത് കേട്ടോ. ഞാനൊരു ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ നിങ്ങൾക്ക് തന്നുള്ളൂ. സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ തന്നെയാണ്. അങ്ങനെ അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ഒരു ലാബിന്റെ ഇമ്പോർട്ടൻസ് അറിയണം. ലാബ് എന്താണെന്ന് അറിയാം അല്ലെ. ലാബിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ പറയുന്ന ഒരു 70% ഒരു 70% രോഗനിർണയം നടത്തുന്നത് ഇത്തരത്തിലുള്ള സ്പെസിമെൻസിന്റെ പരിശോധനയിലൂടെയാണ്. നമുക്ക് അസുഖം വരുന്ന സമയത്ത് നമ്മൾ ഡോക്ടറെ പോയി കാണും അല്ലെ. ഇപ്പൊ ഡോക്ടർ നമ്മളോട് കുറെ കാര്യങ്ങളൊക്കെ ചോദിക്കും, നമ്മൾ അതിനനുസരിച്ചുള്ള മറുപടികളൊക്കെ പറയും. ഇപ്പൊ നമ്മുടെ രോഗത്തിനെ സംബന്ധിച്ച് കുറച്ച് സിംറ്റംസ് ഒക്കെ മനസ്സിലാക്കിയിട്ട് ഡോക്ടർ എന്ത് ചെയ്യും? ആ സിംറ്റംസ് ഒക്കെ കണക്കാക്കിയിട്ട് മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്യും അല്ലെ. എന്നിട്ട് ഡോക്ടർ നമ്മളോട് പറയും അല്ലെ, ഈ മരുന്ന് കഴിച്ചിട്ട് ഒരു 3 ദിവസം നോക്ക്, 3 ദിവസം കഴിഞ്ഞിട്ട് കുറഞ്ഞില്ലെങ്കിൽ ഒന്നുകൂടെ വന്ന് കാണാനൊക്കെ നമ്മളോട് പറയാറുണ്ട്. ഇൻ കേസ് നമ്മുടെ മാറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ 3 ദിവസം കഴിഞ്ഞ് പോകുമ്പോൾ എന്താ പിന്നെ ഡോക്ടർ പറയാ? ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു യൂറിനൊക്കെ ടെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് എഴുതി തരും. എന്തിനു വേണ്ടിയിട്ടാണ്? കറക്റ്റ് ആയിട്ടുള്ള ഒരു രോഗനിർണയം നടത്തുന്നതിന് വേണ്ടിയിട്ടാണ്. ഇത്തരം ലാബുകൾ ഇല്ലായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു അവസ്ഥ? ഒന്ന് ആലോചിച്ച് നോക്കിയേ അല്ലെ. അപ്പോ ഒരു 70% രോഗനിർണയം നടത്തുന്നത് ഇങ്ങനെ തന്നെയാണ്, ഇത്തരത്തിലുള്ള ക്ലിനിക്കൽ സ്പെസിമെൻസിന്റെ പരിശോധനയിലൂടെയാണ്. പിന്നെ നമുക്കറിയാം പല ഒരു ലാബ് എന്ന് പറയുമ്പോൾ അത് വളരെ ക്യൂറേറ്റീവ് ആയിട്ടുള്ള, പ്രിവെന്റീവ് ആയിട്ടുള്ള മെഷേഴ്സ് എടുക്കാനും ഒരു ലാബ് നമ്മളെ സഹായിക്കുന്നുണ്ട് അല്ലെ. പ്രതിരോധ നടപടികൾ എടുക്കാനായിട്ട് ലാബ് നമ്മളെ സഹായിക്കുന്നുണ്ട്. ഇപ്പൊ നമുക്കറിയാം കോഴിക്കോട് നിപ്പ വൈറസ് വന്നു. എങ്ങനെയാ അത് നിപ്പയാണെന്നും ഈ ഒരു വൈറസ് വളരെ ഡേഞ്ചറസ് ആണ് എന്നൊക്കെ മനസ്സിലാക്കിയത് എങ്ങനെ? ഇത്തരത്തിൽ ടെസ്റ്റുകൾ നടത്തിയപ്പോഴാണ് അല്ലെ. അതിന്റെ ഒരു പ്രിവാലന്റ് ആയിട്ടുള്ള ഡിസീസുകൾ നിലവിലുണ്ടോ, അതിന്റെ ഒക്കെ ഒരു അങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കാനും അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രിക്കോഷൻസ് ഒക്കെ എടുക്കാനായിട്ട് നമ്മൾക്ക് ഇത്തരത്തിലുള്ള ലാബുകൾ പ്രയോജനപ്പെടുത്താം അല്ലെ. അങ്ങനെ ചിന്തിക്കുമ്പോൾ ലാബില്ലായിരുന്നെങ്കിൽ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിയേ. അത്രയേ ഉള്ളൂ ലാബിന്റെ ഒരു പ്രസക്തി എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ?
കുറച്ചായിട്ട് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി നമുക്ക് ഇൻട്രൊഡക്ഷനിലോട്ട് പോവാം. ചെറിയൊരു പാരഗ്രാഫ് അവിടെ കൊടുത്തിട്ടുണ്ട്. അതെന്താണ് ലാബ് എന്നാണ് കേട്ടോ പറയുന്നത്. അത്രയേ ഉള്ളൂ. നമുക്കൊന്ന് വായിച്ചു നോക്കാം. കൂടെ പരമാവധി വായിക്കണം കേട്ടോ. എ മെഡിക്കൽ ലബോറട്ടറി ഓർ ക്ലിനിക്കൽ ലബോറട്ടറി. മെഡിക്കൽ ലബോറട്ടറിനെ തന്നെയാണ് നമ്മൾ ക്ലിനിക്കൽ ലബോറട്ടറി എന്ന് പറയുന്നത് കേട്ടോ. കാര്യം ലാബ് എന്ന് പറയുമ്പോൾ കെമിസ്ട്രി ലാബുകളും ഉണ്ട് അല്ലെ. കെമിക്കൽസുമായിട്ട് എന്താ പറയാ ഡീൽ ചെയ്യുന്ന കെമിസ്ട്രി ലാബാണ്. നമ്മൾ പഠിക്കുന്നത് മെഡിക്കൽ ലാബാണ്. അപ്പൊ മെഡിക്കൽ ലബോറട്ടറി ഓർ ക്ലിനിക്കൽ ലബോറട്ടറി ഇസ് എ പ്ലേസ് where the tests are done on clinical specimens. നമ്മൾ പറഞ്ഞു അല്ലെ, ക്ലിനിക്കൽ സ്പെസിമെൻസ് അഥവാ ബയോളജിക്കൽ സ്പെസിമെൻസ് നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. ബ്ലഡ്, യൂറിൻ അങ്ങനെയുള്ളത്. ടു ഗെറ്റ് ദ ഇൻഫർമേഷൻ അബൌട്ട് ദ ഹെൽത്ത് ഓഫ് എ പേഷ്യന്റ് ടു ഹെൽപ്പ് ഇൻ ഡയഗ്നോസിസ്, ട്രീറ്റ്മെന്റ് ആൻഡ് പ്രിവെൻഷൻ ഓഫ് ഡിസീസ്. എന്താണ് പറയുന്നത്? ഒരു രോഗിയുടെ രോഗനിർണയം നടത്താനും അതുപോലെ ആ രോഗത്തിനെ തടയാനും പിന്നെ നമുക്ക് അവർക്ക് വേണ്ട ഒരു ചികിത്സ കൊടുക്കണം അല്ലെ. അതിനൊക്കെ ആയിട്ട് നമുക്ക് എന്ത് വേണം? ആ രോഗിയുടെ ആരോഗ്യത്തെ കുറിച്ച് ഒരു പൂർണ്ണമായിട്ടുള്ള വിവരങ്ങൾ നമുക്ക് ലഭ്യമാകണം വേണ്ടേ? അപ്പൊ അത്തരത്തില് ആ ഹെൽത്തിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ക്ലിനിക്കൽ സ്പെസിമെൻസിൽ പരിശോധന നടത്തുന്ന ഒരു സ്ഥലമാണ് എന്തെന്ന് പറയുന്നത്? ലാബ് എന്ന് പറയുന്നത് അല്ലെ. രോഗനിർണയം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ. രോഗം എന്തെന്ന് കണ്ടുപിടിച്ചാൽ മാത്രമാണ് നമുക്ക് കറക്റ്റ് ട്രീറ്റ്മെന്റ് കൊടുക്കാനും സാധിക്കുള്ളൂ അല്ലെ. അപ്പൊ രോഗനിർണയം വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അതാണ് അവിടെ പറയുന്നത് കേട്ടോ. ക്ലിയർ ആവുന്നില്ല. എന്ത് പറ്റി സൂര്യ? എല്ലാവർക്കും ക്ലിയർ ആവുന്നുണ്ടോ? സൗണ്ട് ക്ലിയർ ആവും? അതാണോ പ്രശ്നം? സൗണ്ട് ആണോ ഇഷ്യൂ വരുന്നത്? കേൾക്കുന്നില്ലേ നിങ്ങൾക്ക്? സൗണ്ട് ക്ലിയർ അല്ലേ? ആ ക്ലിയർ ആണ്. സൂര്യ ഒന്ന് നോക്ക് കേട്ടോ. ചിലപ്പോ നെറ്റ്വർക്കിന്റെ വല്ല ഇഷ്യൂസ് ഉണ്ടായിരിക്കും. ഞാന് ഇവിടെ സൗണ്ട് കൂട്ടിയിട്ടാണ് ഇട്ടേക്കുന്നത് കേട്ടാ. സൗണ്ട് കുറച്ചുകൂടി ഒന്ന് കൂട്ടി നോക്കാം. ഇപ്പൊ അപ്പൊ നമ്മള് എന്താ പറഞ്ഞത്? രോഗനിർണയം നടത്താനും ആ രോഗത്തിനെ കുഴപ്പമില്ല ജിനു, മിക്കവർക്കും കേൾക്കുന്നുണ്ട് കേട്ടാ. അതായത് രോഗനിർണയം നടത്താനും രോഗത്തിനെ തടയാനും അവർക്ക് വേണ്ട ചികിത്സ കൊടുക്കാനുമായിട്ട് രോഗിയുടെ ആരോഗ്യ വിവരങ്ങൾ ലഭ്യമാകുന്നതിന് വേണ്ടിയിട്ട് ക്ലിനിക്കൽ സ്പെസിമെൻസിൽ, ബ്ലഡ്, യൂറിൻ അങ്ങനെയുള്ള സ്പെസിമെൻസിൽ പരിശോധന നടത്തുന്ന ഒരു സ്ഥലമാണ് ലാബ്. കുറച്ച് ഇതാക്കി പറഞ്ഞത് മാത്രമേ ഉള്ളൂ അല്ലെ. പിന്നെന്താണ്? മെഡിക്കൽ ലബോറട്ടറീസ് ഡിഫർ ഇൻ സൈസ് ആൻഡ് കോംപ്ലക്സിറ്റി ആൻഡ് സോ പ്രൊവൈഡ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടെസ്റ്റിംഗ് സർവീസസ് അല്ലെ. മെഡിക്കൽ ലബോറട്ടറി എന്താണ്? ദാറ്റ് ഈസ് സ്പീക്കർ ഒന്ന് ഓൺ ആക്കി നോക്കൂ. സ്പീക്കർ ഓൺ ആണ്. സ്പീക്കർ ഓൺ ആണ് കേട്ടോ. അപ്പൊ എന്താണ്? മെഡിക്കൽ ലബോറട്ടറി എന്ന് പറയുന്നത് എന്താണ്? അത് സൈസിലും സങ്കീർണതയിലും വ്യത്യാസപ്പെട്ടിരിക്കുന്നു അല്ലെ. ചെറിയ ലാബ് തൊട്ട് വലിയ വലിയ ലാബുകൾ വരെ ഉണ്ട്. ഇപ്പൊ നമ്മുടെ നാട്ടുപുറത്തൊക്കെ കുഞ്ഞു കുഞ്ഞു ലാബുകൾ ഉണ്ടായിരിക്കും അല്ലെ. അതുപോലെ തന്നെ വലിയ ലാബുകളുണ്ട്. ഹോസ്പിറ്റലിന്റെ ഭാഗമായിട്ടുള്ള ലാബുകൾ ഉണ്ട്. അതുപോലെ നമ്മളിപ്പോ നമ്മുടെ നാട്ടിൽ പോകുന്ന DBRCയുടെ ഒക്കെ ലാബുകൾ ഇഷ്ടംപോലെ നമുക്ക് കാണാൻ പറ്റും അല്ലെ. അപ്പൊ അതൊക്കെ എന്താണ്? പിന്നെ പോളിക്ലിനിക് ലാബുകൾ ഉണ്ട്. ഒരുപാട് ടെസ്റ്റുകളൊക്കെ ചെയ്യുന്ന ലാബും പോളിക്ലിനിക് അല്ലെ, അങ്ങനത്തെ ലാബുകളുണ്ട്. അപ്പൊ അത് സൈസിലും അതുപോലെ തന്നെ സങ്കീർണതയിലും വ്യത്യാസപ്പെട്ടിരിക്കുന്നുണ്ട്. നല്ല നല്ല റിസോഴ്സസ് ഉള്ള ലാബുകളാണെങ്കിൽ നല്ല സേവനങ്ങൾ അവർക്ക് തരാനായിട്ട് സാധിക്കും. അപ്പൊ അതാണ് അവിടെ പറയുന്നത് കേട്ടോ. മെഡിക്കൽ ലബോറട്ടറീസ് ഡിഫർ ഇൻ സൈസ് ആൻഡ് കോംപ്ലക്സിറ്റി ആൻഡ് സോ പ്രൊവൈഡ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടെസ്റ്റിംഗ് സർവീസസ്. അതേസമയം അവര് നമുക്ക് നിരവധിയായിട്ടുള്ള സേവനങ്ങളും അവര് നമുക്ക് വാഗ്ദാനം ചെയ്യുന്നുണ്ട് അല്ലെ. ഒത്തിരി സേവനങ്ങൾ നമുക്ക് ലാബ് തരുന്നുണ്ട്. പിന്നെ എന്താ പറയുന്നത്? ഇനി വേറൊരു ഡെഫിനിഷൻ പോലെ കൊടുത്തേക്കാണ്. മെഡിക്കൽ അടുത്തത് ഓക്കെ അലീന. മെഡിക്കൽ ലബോറട്ടറി ഇസ് എ പാർട്ട് ഓഫ് ദ ലബോറട്ടറി ദാറ്റ് ഈസ് എക്യുപ്ഡ് വിത്ത് വാരിയസ് ബയോമെക്കാനിക്കൽ ഇൻസ്ട്രുമെന്റ്. അവിടെ ഒന്ന് തിരുത്തണം കേട്ടോ. മെക്കാനിക്കൽ അല്ല അവിടെ ആപ്റ്റ് ആവുക. ബയോമെഡിക്കലിന് ഇടണം കേട്ടോ. മെക്കാനിക്കൽ ഒന്ന് പയ്യെ വെട്ടിയിട്ട് മെഡിക്കലിന് എഴുതിക്കോളൂ. അതാണ് കുറച്ചും കൂടെ ആപ്റ്റ് ആവുക. അപ്പൊ നോക്കിയേ, മെഡിക്കൽ ലബോറട്ടറി ഈസ് എ പാർട്ട് ഓഫ് ദ ലബോറട്ടറി ദാറ്റ് ഈസ് എക്യുപ്ഡ് വിത്ത് വാരിയസ് ബയോമെഡിക്കൽ ഇൻസ്ട്രുമെന്റ്സ്, അതുപോലെ എക്യുപ്മെന്റ്സ്, മെറ്റീരിയൽസ് ആൻഡ് റിയേജൻസ് ദാറ്റ് മീൻസ് കെമിക്കൽസ് for carrying out different laboratory investigative activities by using biological specimens. അതിന് എക്സാമ്പിൾ ഇത് കൊടുത്തിട്ടുണ്ട്. ഹോൾ ബ്ലഡ്, സെറം, പ്ലാസ്മ, യൂറിൻ, സ്റ്റൂൾ എക്സെട്ര. ഇതൊക്കെയാണ് എന്ത്? ക്ലിനിക്കൽ സ്പെസിമെൻസ്. എന്താണ് അവിടെ പറയുന്നത്?
ഒരു ലാബ് എന്ന് പറഞ്ഞാല് ഒരു മെഡിക്കൽ ലബോറട്ടറിയിൽ ധാരാളമായിട്ട് എന്താണ് ബയോമെഡിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട് ഇല്ലേ? ബയോമെഡിക്കൽ ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരുപാട് ഡിവൈസസുകൾ, അതായത് ഒരുപാട് ഉപകരണങ്ങൾ ഒരു ലാബിനകത്ത് പ്രവർത്തിക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ ഇങ്ങനെ കളക്ട് ചെയ്യുന്ന സാമ്പിളുകൾ മെഷർ ചെയ്യാനും അതിനെ എക്സാമിൻ ചെയ്യാനും ഒക്കെ സഹായിക്കുന്ന ഒത്തിരി ഡിവൈസസ് ഉണ്ട്, മീൻസ് ഉപകരണങ്ങളുണ്ട്. അതാണ് ബയോമെഡിക്കൽ ഇൻസ്ട്രുമെന്റ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ എക്യുപ്മെന്റ്സ് എന്ന് പറഞ്ഞാലും ഉപകരണങ്ങളാണ്. ചെറുത് തൊട്ട് വലിയ ഉപകരണങ്ങൾ വരെ അവിടെ ഉണ്ട് അല്ലെ? നമ്മളിപ്പോ സാമ്പിൾ കൊടുക്കുമ്പോൾ സിറിഞ്ച് യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ? അതൊരു കുഞ്ഞ് എക്യുപ്മെന്റ് അല്ലേ? ഇപ്പൊ സിറിഞ്ച് ഉണ്ട്, അതുപോലെ തന്നെ ഗ്ലാസ് ട്യൂബ്സ് ഉണ്ടായിരിക്കും, ബീക്കറുകൾ ഉണ്ടായിരിക്കും, പിന്നെന്താണ് മൈക്രോസ്കോപ്പ് ഉണ്ടായിരിക്കും, പിന്നെ എന്താ പറയാ ലബോറട്ടറി സിസ്റ്റം സോഫ്റ്റ്വെയർ, അതായത് മറ്റേ കമ്പ്യൂട്ടർ സിസ്റ്റംസ് ഉണ്ടായിരിക്കും ഈ ഡാറ്റ അനലൈസ് ചെയ്യാനൊക്കെ ആയിട്ട്. പിന്നെ ഓട്ടോക്ലേവ്സ് ഉണ്ടായിരിക്കും സ്റ്റെറിലൈസ് ചെയ്യാനായിട്ട്. പിന്നെന്താ ഇൻക്യുബേറ്റേഴ്സ്, സെൻട്രിഫ്യൂജിങ് മെഷീനുകൾ, അങ്ങനെയൊക്കെ പല ടൈപ്പ് എക്യുപ്മെന്റ്സ് ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്, ലബോറട്ടറിക്കകത്ത് യൂസ് ചെയ്യുന്നുണ്ട്. മനസ്സിലായല്ലോ? പിന്നെന്താ പറയുന്നത്? മെറ്റീരിയൽസ് ആൻഡ് റിയേജൻസ് അഥവാ കെമിക്കൽസ് അല്ലെ? എന്താണ് മെറ്റീരിയൽസ് ആൻഡ് റിയേജൻസ്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മീൻസ് ബ്ലഡ് ബാങ്ക് പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു അല്ലെ, ബ്ലഡ് ക്ലോട്ട് ആവാതിരിക്കാനായിട്ട് നമ്മൾ അവിടെ ആന്റി കൊയാഗുലന്റ് ആയിട്ടുള്ള ഡ്രഗ്സ് അല്ലെ, റിയേജൻസ് ആണ്. സോഡിയം സിട്രേറ്റ് പോലുള്ള റിയേജൻസ് ഒക്കെ നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ബഫർ സൊല്യൂഷൻ ഒക്കെ യൂസ് ചെയ്യും pH റെഗുലേറ്റ് ചെയ്യാനായിട്ട്. പിന്നെന്താണ് നമ്മുടെ ബെനഡിക്റ്റ് സൊല്യൂഷൻ ഒക്കെ യൂസ് ചെയ്യും ഷുഗർ ടെസ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട്. അതിലേക്കൊന്നും പോണ്ട, ഞാൻ ജസ്റ്റ് പറഞ്ഞെന്ന് മാത്രം കേട്ടോ. മെറ്റീരിയൽസ് ആൻഡ് റിയേജൻസ് അങ്ങനെയുള്ള കെമിക്കൽസും ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്, ലാബിനകത്ത് യൂസ് ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ പറഞ്ഞ ഇൻവെസ്റ്റിഗേറ്റീവ് ആക്ടിവിറ്റീസിന് അല്ലെ, ലാബ് പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട്. എന്തിന്റെ സഹായത്താലാണ്? ക്ലിനിക്കൽ സ്പെസിമെൻസ് അഥവാ ബയോളജിക്കൽ സ്പെസിമെനിന്റെ സഹായത്തോടെ. എന്ന് പറഞ്ഞാൽ ബ്ലഡ്, യൂറിന്, പ്ലാസ്മ, സ്റ്റൂള്, സ്പ്യൂട്ടം ഇങ്ങനെയുള്ള ക്ലിനിക്കൽ സ്പെസിമെൻസിനെയൊക്കെ പരിശോധിച്ചുകൊണ്ട് എന്താണ് രോഗനിർണയം നടത്തുകയാണ് അവിടെ ചെയ്യുന്നത്. മനസ്സിലായല്ലോ? ചെറിയൊരു കാര്യം, ലാബ് എന്താണെന്നുള്ളൊരു ഇൻട്രൊഡക്ഷൻ ഇത്രയേ ഉള്ളൂ കേട്ടോ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്തത് എന്താണ്? ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് a medical laboratory are providing its customers ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് physicians and patients exact results which share the clinical treatment. എന്താണ് ഇവിടെ പറയുന്നത്? അതായത് ഒരു മെഡിക്കൽ ലബോറട്ടറി ഏറ്റവും പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്, ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ ഉദ്ദേശം, ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? അവരുടെ കസ്റ്റമേഴ്സിന് ഒരു എക്സാക്ട് ആയിട്ടുള്ള റിസൾട്ട് കൊടുക്കുക അല്ലെ, കൃത്യമായിട്ടുള്ള മാക്സിമം ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു പരിശോധനാ ഫലം കൊടുക്കുക എന്നുള്ളതാണ് ഏതൊരു മെഡിക്കൽ ലബോറട്ടറിയുടെയും ഒബ്ജക്റ്റീവ് അഥവാ ലക്ഷ്യം എന്ന് പറയുന്നത്. ആണല്ലോ? ശരിയായിട്ട് ആക്യുറേറ്റ് ആയിട്ട് പരിശോധനാ ഫലം കൊടുത്താൽ മാത്രമാണ് അയാൾക്ക് ഇന്നൊരു രോഗമാണ് നമുക്ക് കണ്ടെത്താൻ പറ്റുള്ളൂ അല്ലെ. രോഗം അറിഞ്ഞാൽ മാത്രമാണ് ഫർദർ ട്രീറ്റ്മെന്റ് അവർക്ക് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. പിന്നെ ഇതിൽ പറയുന്നുണ്ട് മെഡിക്കൽ ലബോറട്ടറി പ്രൊവൈഡിങ് ഇറ്റ്സ് കസ്റ്റമേഴ്സ് അല്ലെ, അവരുടെ ഉപഭോക്താക്കൾ. ആരാണ് അവരുടെ കസ്റ്റമേഴ്സ്? അവരുടെ ഉപഭോക്താക്കൾ ആരാണ്? ഫിസിഷ്യൻസ് ആൻഡ് പേഷ്യൻസ് അല്ലെ. ഡോക്ടറും ആവാം, രോഗിയുമാവാം അല്ലേ. അതാണ് ലാബിന്റെ കസ്റ്റമേഴ്സ്. ഇപ്പൊ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമായിരിക്കും നമ്മൾ ഒരു പക്ഷെ ലാബിൽ പോയിട്ട് ടെസ്റ്റ് ചെയ്യുന്നത് അല്ലേ. അപ്പൊ ഡോക്ടറുടെ ആവശ്യമാണ് ഇയാൾക്ക് അദ്ദേഹത്തിന്റെ അടുത്ത് വരുന്ന പേഷ്യന്റിന് എന്ത് അസുഖമാണെന്ന് കണ്ടുപിടിക്കണം അല്ലെ. അപ്പൊ ആളെന്ത് ചെയ്യും? എഴുതി കൊടുക്കും അല്ലെ. അപ്പൊ അവരുടെ കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് ഫിസിഷ്യൻസും മീൻസ് ഡോക്ടേഴ്സും ആവാം, രോഗിയും ആകാം. മനസ്സിലായല്ലോ? അവർക്ക് കൃത്യമായിട്ടുള്ളൊരു എക്സാക്ട് റിസൾട്ട് കൊടുക്കുക എന്നുള്ളതാണ് ഏതൊരു മെഡിക്കൽ ലബോറട്ടറിന്റെയും ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? സിമ്പിൾ അല്ലേ? പിന്നെന്താ വരുന്നത്? ഫങ്ഷണൽ. ഓക്കെ കോച്ച്, ശരി. ഇനി നമുക്ക് അടുത്ത ഭാഗത്തോട്ട് പോവാം. ഇവിടെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഞാൻ നോട്ട് എടുത്ത് വെക്കാൻ പറഞ്ഞത് ചെറിയ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാനുണ്ട്. അത് എഴുതി വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ നോട്ട് ബുക്ക് ഒന്ന് എടുത്ത് വെച്ചോളൂ, ഞാൻ പറയാം. അപ്പൊ അന്നേരം എഴുതിയാൽ മതി കേട്ടോ. ഓക്കെ, ഫങ്ഷണൽ ഡിവിഷൻസ് ഓഫ് ലാബ് സർവീസസ്. എന്താണ് അടുത്ത ഹെഡിങ് നമ്മൾ നോക്കുന്നത്? ഫങ്ഷണൽ ഡിവിഷൻസ് ഓഫ് ലാബ് സർവീസസ് അല്ലെ. ലാബിന്റെ സേവനങ്ങൾക്ക് അനുസരിച്ച്, അല്ലെങ്കിൽ ലാബ് നമുക്ക് നൽകുന്ന സേവനങ്ങൾക്ക് അനുസരിച്ച് ലാബിനെ നമ്മൾ പല ഡിവിഷൻസുകളായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. മനസ്സിലായല്ലോ? ഫങ്ഷണൽ ഡിവിഷൻസ് ആണ് അവർ തരുന്ന ഫങ്ഷൻ, അല്ലെങ്കിൽ അവർ എന്ത് ഫങ്ഷൻ ആണോ അവിടെ ചെയ്യുന്നത്, അല്ലെങ്കിൽ ലാബ് നമുക്ക് എങ്ങനെയുള്ള സേവനങ്ങളാണോ തരുന്നത്, അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ലാബിനെ 5ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. എത്രയായിട്ടാണ്? 5ആയിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. നോക്കിയേ, ലാബ് സർവീസസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു 5 ഡിവിഷൻസ് അല്ലെ. 5 ഡിവിഷൻസ് ആണ്. ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ നോക്കിയേ, ക്ലിനിക്കൽ
പാത്തോളജി. ഫസ്റ്റ് വൺ ഏതാണ്? ക്ലിനിക്കൽ പാത്തോളജി. സെക്കൻഡ് ക്ലിനിക്കൽ മൈക്രോബയോളജി. തേർഡ് വൺ ക്ലിനിക്കൽ ബയോകെമിസ്ട്രി. ആൻഡ് ഫോർത്ത് വൺ യൂറിനാലിസിസ്. ആൻഡ് ഫിഫ്ത്ത് വൺ ബ്ലഡ് ബാങ്ക്. ഒന്നുകൂടെ വായിക്കാം. എത്രയൊക്കെ ആയിട്ട് തരംതിരിച്ചേക്കുന്നത്? 5 ആയിട്ട് അല്ലെ. ഒന്നാമത്തെ എന്താണ്? ക്ലിനിക്കൽ പാത്തോളജി. രണ്ടാമത്തത് ക്ലിനിക്കൽ മൈക്രോബയോളജി. ആൻഡ് തേർഡ് വൺ ക്ലിനിക്കൽ ബയോകെമിസ്ട്രി. ദെൻ ഫോർത്ത് വൺ യൂറിനാലിസിസ്. ആൻഡ് ഫിഫ്ത്ത് വൺ ബ്ലഡ് ബാങ്ക്. അപ്പൊ നമുക്ക് നാലാമത്തെയും അഞ്ചാമത്തെയും ഒന്ന് മുന്നേ നമുക്ക് പറയാം. കാര്യം എന്താ? നമുക്കറിയാം അല്ലെ, നമുക്കറിയാവുന്നതാണ്. ബ്ലഡ് ബാങ്ക് ഒക്കെ നമ്മളൊരു ചാപ്റ്റർ ആയിട്ട് തന്നെ പഠിച്ചു കഴിഞ്ഞ കാര്യമാണ്. അപ്പൊ നാലാമത്തെ ഒന്ന് പറയാം നമുക്ക്. യൂറിനാലിസിസ്. ആ പേരിൽ തന്നെ നിങ്ങൾക്ക് കിട്ടും. എന്തായിരിക്കും യൂറിനാലിസിസ് എന്ന് പറഞ്ഞാൽ? ടെസ്റ്റ് ഓഫ് യൂറിൻ അല്ലെ. യൂറിന് ടെസ്റ്റ് ചെയ്യുന്നതാണ്. അവിടുത്തെ സ്പെസിമെൻ എന്ന് പറഞ്ഞ എന്താണ്? യൂറിൻ ആണ് അല്ലെ. ടെസ്റ്റ് ഓഫ് യൂറിൻ ആണ്. യൂറിനെ ടെസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് പല രോഗങ്ങളുടെയും രോഗനിർണയം നടത്താനായിട്ട് സാധിക്കും. ഒരു എക്സാമ്പിൾ ഒക്കെ നിങ്ങൾക്കറിയാലോ, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ അല്ലെ. യൂറിനറി ഇൻഫെക്ഷൻ വരുമ്പോ, അതുപോലെ തന്നെ കിഡ്നി സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും, അതെ മോളെ ഷിജിന കറക്റ്റ് ആണ്. യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ അറിയാൻ പറ്റും. ഷുഗർ, അതെ കറക്റ്റ് ആണ് കേട്ടോ. ഷുഗർ ഉണ്ടെങ്കിൽ അറിയാൻ പറ്റും. കിഡ്നി സ്റ്റോൺ, അറിയാതെ ജഹാനൊക്കെ കറക്റ്റ് പറയുന്നുണ്ട്. കിഡ്നി സ്റ്റോൺ എല്ലാവർക്കും അറിയാം അല്ലെ. അപ്പൊ എന്താണ്? കിഡ്നി സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ ഉണ്ടോ എന്ന് അറിയാനായിട്ട്, അതുപോലെ പ്രഗ്നൻസി ഡിറ്റക്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യില്ലേ. പ്രഗ്നൻസി ഡിറ്റക്ട് ചെയ്യാനൊക്കെ ആയിട്ട് യൂറിൻ യൂസ് ചെയ്യും അല്ലെ. ബ്ലഡിലൂടെയും അറിയാൻ പറ്റും, പക്ഷെ പെട്ടെന്നൊക്കെ യൂറിൻ ഉപയോഗിച്ച് നമുക്ക് പ്രഗ്നൻസി ഡിറ്റക്ട് ചെയ്യാനായിട്ട് സാധിക്കും, അറിയാനായിട്ട് സാധിക്കും. അപ്പൊ അതൊക്കെ എന്തിനാണ്? യൂറിനാലിസിസിലാണ് വരുന്നത്. മനസ്സിലായല്ലോ. ഇനി അഞ്ചാമത്തെ എന്താണ്? ബ്ലഡ് ബാങ്ക്. ഇതിന് ഞാൻ പറയേണ്ട ആവശ്യമില്ല, നമ്മൾ പഠിച്ചു കഴിഞ്ഞ കാര്യങ്ങളാണ് അല്ലെ. ബ്ലഡ് ബാങ്കിന്റെ സ്പെസിമെൻ ഏതാണ്? ബ്ലഡ് ആണ് അല്ലെ. ബ്ലഡ് ആണ്. അപ്പൊ അവിടെയും പലതരത്തിലുള്ള ടെസ്റ്റുകൾ നമ്മൾ ചെയ്യുന്നുണ്ട് അല്ലെ. കമ്പാരിറ്റീവ് ടെസ്റ്റുകൾ ചെയ്യുന്നുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള ട്രാൻസ്മിറ്റഡ് ഡിസീസസ് ഉണ്ടോ? നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു അല്ലെ. ഹെപ്പറ്റൈറ്റിസ് ബി, സി, HIV എന്നൊക്കെ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അപ്പൊ മെയിൻ ആയിട്ട് അവിടെ അങ്ങനെയുള്ള ടെസ്റ്റുകൾ നടത്തുന്നുണ്ട്. അത് രോഗനിർണയം മാത്രമല്ല, മെയിൻ ആയിട്ട് എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു പ്രോപ്പർ ട്രാൻസ്ഫ്യൂഷന് വേണ്ടിയിട്ടാണ് അല്ലെ നമ്മൾ അതൊക്കെ ചെക്ക് ചെയ്യുന്നത്. എന്നാൽ അതൊക്കെ ചെക്ക് ചെയ്യുന്നില്ലേ? അവിടെ ഒരുപാട് ടെസ്റ്റുകൾ നടത്തുന്നുണ്ട് അല്ലെ. അപ്പൊ അതും എന്താണ്? ഒരു ലാബ് തന്നെയാണ് അല്ലെ. ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്നതും ഒരു ലാബ് തന്നെയല്ലേ. അപ്പൊ അത് രണ്ടും അറിയാലോ. പിന്നെ നമുക്കറിയാത്ത കുറച്ച് ഭാഗങ്ങൾ. ആദ്യത്തെ ഈ 3 പേരാണ് അല്ലെ. ക്ലിനിക്കൽ പാത്തോളജി, ക്ലിനിക്കൽ മൈക്രോബയോളജി, ക്ലിനിക്കൽ ബയോകെമിസ്ട്രി. അത് വളരെ സിമ്പിൾ ആണ് കേട്ടോ. അപ്പൊ നമുക്ക് നോക്കിയേ അതെന്താന്നുള്ളത് നമുക്കൊന്ന് മനസ്സിലാക്കണം. അപ്പൊ അത് മാത്രമാണ് നിങ്ങളുടെ ചാപ്റ്ററിനകത്ത് കൊടുത്തേക്കുന്നത്. ബാക്കി യൂറിനാലിസിസും ബ്ലഡ് ബാങ്കും നമുക്കറിയാം. അപ്പൊ നമുക്ക് അതിലേക്ക് കടക്കാം. ആദ്യം തന്നെ ഞാൻ ജസ്റ്റ് ഹെഡിങ് ഒന്ന് വായിച്ചിട്ട് ജസ്റ്റ് ഒരു ഐഡിയ തരാം. അപ്പൊ നിങ്ങൾക്ക് പിന്നീട് വായിക്കുമ്പോൾ മനസ്സിലാവും. ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. ഇടയ്ക്ക് വന്നിട്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അത് കേട്ടില്ല, ഒന്നുകൂടെ പറയുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ എല്ലാവർക്കും ബുദ്ധിമുട്ട് വരും. അപ്പൊ നിങ്ങൾ സഹകരിക്കുന്ന കുട്ടികളാണെന്ന് അറിയാം. അപ്പൊ ഞാൻ പറയാണ് കേട്ടോ. അപ്പൊ നമുക്ക് എന്താണ്? ക്ലിനിക്കൽ പാത്തോളജി അല്ലെ. ക്ലിനിക്കൽ പാത്തോളജി എന്ന് പറയുന്ന വേർഡ് നമ്മൾ കേട്ടിട്ടുണ്ട്. ബ്ലഡ് ബാങ്കിനകത്ത് തന്നെ കേട്ടിട്ടുണ്ട് അല്ലെ. ക്ലിനിക്കൽ പാത്തോളജി ലബോറട്ടറി എന്നൊക്കെ പറഞ്ഞ് അതേ പൂജ. പാത്തോളജി എന്ന് പറഞ്ഞാലും അറിയാം അല്ലെ. പറഞ്ഞതാണ്. സ്റ്റഡി ഓഫ് ഡിസീസസ്. അറിയാത്തവരുണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെക്കണം കേട്ടാ. അതിലൊരു മോശവും വിചാരിക്കേണ്ട. അറിയുന്ന ആൾക്കാർ ഏറെ ഉണ്ടാവും. അറിയാത്തവരുണ്ടെങ്കിൽ എഴുതി വെക്കണം. അത് നമ്മൾ അറിയാത്ത കാര്യങ്ങൾ പഠിക്കലാണ് അല്ലെ നമ്മുടെ പരിപാടി. അപ്പൊ എഴുതി വെക്കണം കേട്ടോ. അറിയാത്തവരുടെ കാര്യം ഞാൻ പറഞ്ഞത്. ക്ലിനിക്കൽ പാത്തോളജി മീൻസ് എന്താണ്? സ്റ്റഡി ഓഫ് ഡിസീസസ് അല്ലെ. രോഗങ്ങളെ കുറിച്ചും രോഗകാരണങ്ങളെ കുറിച്ചുള്ള പഠനമാണെന്ന് നമുക്കറിയാം. ഇനി എന്താണ് ക്ലിനിക്കൽ പാത്തോളജി ലബോറട്ടറി എന്ന് പറഞ്ഞാല്? അവിടെ ഈ പറഞ്ഞ ബ്ലഡ് അതുപോലെ മറ്റു പല ബോഡി ഫ്ലൂയിഡ്സ് ഉണ്ട് അല്ലെ. യൂറിൻ ഉണ്ട്, സെറം ഉണ്ട്, പ്ലാസ്മ ഉണ്ട്. അങ്ങനെയുള്ള ബോഡി ഫ്ലൂയിഡ്സിനെയൊക്കെ പരിശോധനാ വിധേയമാക്കിക്കൊണ്ട് രോഗനിർണയം നടത്തുന്ന ഒരു ലാബാണ് ഇത് ക്ലിനിക്കൽ പാത്തോളജി ലബോറട്ടറി എന്ന് പറയുന്നത്. ഞാൻ ഒന്നുകൂടെ പറയാം. ക്ലിനിക്കൽ പാത്തോളജി ലബോറട്ടറി എന്ന് പറഞ്ഞാൽ പാത്തോളജി എന്താണ്? രോഗങ്ങളെ കുറിച്ചുള്ള പഠനം. ഇപ്പൊ എന്താണ് അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്? ബ്ലഡ് ആവാം, മറ്റു പല ബോഡി ഫ്ലൂയിഡ്സുകളെ പരിശോധനാ വിധേയമാക്കിക്കൊണ്ട് എന്ത് കണ്ടെത്തുന്നു? രോഗനിർണയം നടത്തുന്നു. അല്ലെങ്കിൽ രോഗം എന്താണെന്ന് കണ്ടുപിടിക്കുന്നു അല്ലെ. അതാണ് ക്ലിനിക്കൽ പാത്തോളജി ലബോറട്ടറിക്കകത്ത് ചെയ്യുന്നത്. മനസ്സിലാലോ. പിന്നെന്താ വരുന്നത്? ക്ലിനിക്കൽ മൈക്രോബയോളജി. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ? മൈക്രോ എന്ന വേർഡ് കേൾക്കുമ്പോ ക്ലിനിക്കൽ മൈക്രോബയോളജിക്കകത്ത് മൈക്രോ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ എന്തുമായിട്ട് കണക്ട് ചെയ്യണം? മൈക്രോ ഓർഗാനിസംസ് ആയിട്ട് കണക്ട് ചെയ്യണം. മൈക്രോ ഓർഗാനിസംസുമായിട്ട് കണക്ട് ചെയ്യണം. എന്താണ് മൈക്രോ ഓർഗാനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ?
സൂക്ഷ്മമായ. പാറു കറക്റ്റ് ആണ് കേട്ടോ. അതായത് സൂക്ഷ്മ രോഗാണുക്കൾ അല്ലെ, മൈക്രോ ഓർഗാനിസംസ്. മൈക്രോ എന്ന് പറയുമ്പോൾ നിങ്ങൾ മൈക്രോ ഓർഗാനിസംസ് ആയിട്ട് കണക്ട് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് കിട്ടുക ഏതൊക്കെയാണ് മൈക്രോ ഓർഗാനിസംസ്? ബാക്ടീരിയ ഉണ്ട്, വൈറസ് ഉണ്ട്, ഫംഗസ് ഉണ്ട്, പാരസൈറ്റ്സ് ഉണ്ട് അല്ലെ. ഇതെല്ലാം തന്നെ മൈക്രോ ഓർഗാനിസംസ് ആണ്. നമ്മൾക്ക് നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കില്ല, പക്ഷെ ഒരുപാട് രോഗങ്ങൾ നമുക്ക് വരുത്തുന്ന ആൾക്കാരാണ് അല്ലെ. അപ്പൊ ക്ലിനിക്കൽ മൈക്രോബയോളജി ലാബിനകത്ത് എന്തായിരിക്കും ചെയ്യുന്നുണ്ടാവുക? ഇത്തരത്തിലുള്ള സൂക്ഷ്മ രോഗാണുക്കളെയൊക്കെ പരിശോധിച്ച് രോഗനിർണയം നടത്തുന്ന കാര്യങ്ങളാണ്. അത്തരം സേവനങ്ങളായിരിക്കും എവിടെ ചെയ്യുന്നുണ്ടാവുക? ക്ലിനിക്കൽ മൈക്രോബയോളജിക്കകത്ത് ചെയ്യുന്നുണ്ടാവാം. ക്ലിയർ ആണല്ലോ. പിന്നെ മൂന്നാമത് വരുന്നത് എന്താണ്? ക്ലിനിക്കൽ ബയോ കെമിസ്ട്രി അല്ലെ. ക്ലിനിക്കൽ ബയോ കെമിസ്ട്രി. കെമിസ്ട്രി എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് കെമിക്കൽസും അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളാണ് അല്ലെ. നമ്മുടെ ശരീരത്തിനകത്തുണ്ട് കെമിക്കൽസ് അല്ലെ. എന്താണ് കെമിക്കൽസ് ഇൻ ദ സെൻസ്? ഞാൻ പറഞ്ഞത് എന്താണ്? എൻസൈമുകൾ അല്ലെ. ഒത്തിരി രാസാഗ്നികളൊക്കെ നമ്മുടെ ശരീരത്തിലുണ്ട്, ഹോർമോണുകളുണ്ട് അല്ലെ. അതൊക്കെ എന്താണ്? കെമിസ്ട്രി ആയിട്ടൊന്ന് കണക്ട് ചെയ്യുക, കെമിക്കൽസ് ആയിട്ടൊന്ന് കണക്ട് ചെയ്യുക. അപ്പൊ നമുക്ക് അത് മനസ്സിലാവും അല്ലെ. അപ്പൊ എൻസൈംസ്, ഹോർമോണുകൾ അങ്ങനെയുള്ളതൊക്കെ, ലിപ്പിഡ്സ്, അതുപോലെ പ്രോട്ടീൻസ് അങ്ങനെയുള്ളതൊക്കെ പരിശോധന വിധേയമാക്കുന്നു, അല്ലെങ്കിൽ അവയുടെ എക്സാമിൻ ചെയ്യുന്നതിലൂടെ രോഗം എന്താണെന്നുള്ളത് കണ്ടുപിടിക്കുന്നു. അപ്പൊ അത്തരം സേവനങ്ങളായിരിക്കും എവിടെ ചെയ്യുന്നുണ്ടാവുക? ക്ലിനിക്കൽ ബയോ കെമിസ്ട്രിക്കകത്ത് നടക്കുന്നുണ്ടാവാം. മനസ്സിലായല്ലോ? ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ എന്താ ക്ലിയർ ആയല്ലോ? ജസ്റ്റ് ആ ഹെഡിങ് ക്ലിയർ ആയല്ലോ? എന്താണ് ബെറ്റിക്ക് പ്രശ്നം? ഒന്നുകൂടെ പറയണോ? എന്തൊന്നൂടെ? ക്ലിനിക്കൽ പാത്തോളജി എന്ന് പറഞ്ഞാൽ ബ്ലഡും അതുപോലെ തന്നെ ബ്ലഡിന്റെ മറ്റു പല ബോഡി ഫ്ലൂയിഡ്സും പരിശോധനാ വിധേയമാക്കിക്കൊണ്ട് രോഗനിർണയം നടത്തുന്നു. മനസ്സിലായോ ബെറ്റി? പിന്നെ മൈക്രോബയോളജി എന്ന് പറയുമ്പോൾ മൈക്രോ ഓർഗാനിസംസ് എന്ന് പറഞ്ഞാൽ ബാക്ടീരിയ, ഫംഗസ്, പിന്നെ എന്താ പറയാ പാരസൈറ്റ്സ്, അങ്ങനെയുള്ള എന്താ പറയാ മൈക്രോ ഓർഗാനിസംസിനെ കണ്ടെത്തി അവയെ പരിശോധിച്ച് അവയെ തിരിച്ചറിഞ്ഞ് രോഗനിർണയം നടത്തുന്നു. മനസ്സിലായല്ലോ? ക്ലിനിക്കൽ ബയോ കെമിസ്ട്രി എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിനകത്തുള്ള എൻസൈമുകള്, ഹോർമോണുകള് അവയൊക്കെ പരിശോധന വിധേയമാക്കിയിട്ട് രോഗനിർണയം നടത്തുന്നു. ബെറ്റിക്ക് ക്ലിയർ ആയോ? ബെറ്റിക്ക് മനസ്സിലായോ? മനസ്സിലായെന്ന് വിചാരിക്കുന്നു കേട്ടോ ബെറ്റി. അടുത്തത് അപ്പൊ നമുക്ക് ഇതിന്റെ അണ്ടറിൽ വരുന്നത് എന്തൊക്കെയാണ്? ബെറ്റിക്ക് ക്ലിയർ ആയില്ലേ? ഇനി നോക്കിയേ, ക്ലിനിക്കൽ പാത്തോളജി അല്ലെ. ആദ്യത്തെ ആളെ നമുക്ക് നോക്കാം കേട്ടോ. ക്ലിനിക്കൽ പാത്തോളജി. അപ്പൊ എന്താണ് അതിന്റെ അണ്ടറിൽ വരുന്ന കാര്യങ്ങൾ ഏതൊക്കെയാ നോക്കിയേ. ഫസ്റ്റ് വൺ ഹെമറ്റോളജി അല്ലെ. ഹെമറ്റോളജി എന്താണെന്ന് അറിയാമോ? അറിയുന്നവരൊന്ന് കമന്റ് ചെയ്തേ. അതെ, കറക്റ്റ് ആണ് പൂജ, ഷിജിന, കറക്റ്റ് ആണ്. സ്റ്റഡി ഓഫ് ബ്ലഡ് കേട്ടോ. സ്റ്റഡി ഓഫ് ബ്ലഡ് ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം കേട്ടോ അറിയാത്തവർക്ക്. ഹെമറ്റോളജി അല്ലെ. പിന്നെ എന്തൊക്കെയാ വരുന്നത്? ഹിസ്റ്റോപാത്തോളജി, പിന്നെ സൈറ്റോളജി, പിന്നെന്താണ് റൂട്ടീൻ പാത്തോളജി. അത് ഒന്നാണ് കേട്ടോ, ഒറ്റ ഒരെണ്ണമായിട്ട് എടുക്കണം. റൂട്ടീൻ വേറെ, പാത്തോളജി വേറെ എടുക്കല്ലേ. റൂട്ടീൻ പാത്തോളജി കേട്ടോ, അതൊറ്റ ഒരെണ്ണാണ്. അപ്പൊ ഏതൊക്കെയാണ് ക്ലിനിക്കൽ പാത്തോളജിയുടെ അണ്ടറിൽ വരുന്നത്? ഹെമറ്റോളജി, ഹിസ്റ്റോപാത്തോളജി, സൈറ്റോളജി, റൂട്ടീൻ പാത്തോളജി. മനസ്സിലായല്ലോ? ഇനി നമുക്ക് ഓരോന്ന് എന്താണെന്നുള്ളത് അറിഞ്ഞിരിക്കണം. ഞാൻ പറയട്ടെ, ഇത് ഞാൻ തരുന്നത് വലിയ എന്താ പറയാ ഇലാബറേറ്റ് ആയിട്ടുള്ള ഒരു നോട്ട് ഒന്നും അല്ല കേട്ടോ. സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഇത് കേൾക്കുമ്പോൾ, ഈ ഒരു പേര് കേൾക്കുമ്പോൾ എന്താന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. അത്രേ ഉള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ സിമ്പിൾ ആയിട്ട് ഒരു സെന്റൻസ് ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഞാൻ ഇവിടുന്ന് ടൈപ്പ് ചെയ്തിടാം കേട്ടോ, ടൈപ്പ് ചെയ്തിടാം. കാര്യം ചിലവർക്ക് സ്പെല്ലിങ് അറിയാത്ത ബുദ്ധിമുട്ടുകൾ വരും. അപ്പൊ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നതിന് നല്ലത് ഞാൻ ടൈപ്പ് ചെയ്തിട്ടാണ്. അപ്പൊ ഞാൻ ആദ്യം ഒന്ന് പറയാം കേട്ടോ, പറഞ്ഞിട്ട് നിങ്ങൾ ഞാൻ എഴുതാനായിട്ട് തരാം. അപ്പൊ ഫസ്റ്റ് വൺ ഹെമറ്റോളജി. ഹെമറ്റോളജി എന്ന് പറഞ്ഞാല് സ്റ്റഡി ഓഫ് ബ്ലഡ് ആൻഡ് ബ്ലഡ് ഡിസോർഡേഴ്സ് അല്ലെ. ബ്ലഡിനെ കുറിച്ചും ബ്ലഡ് ഡിസോർഡറിനെ കുറിച്ചുള്ള പഠനമാണ്. അപ്പൊ എന്തായിരിക്കും അവിടെ ചെയ്യുന്നുണ്ടായ? പലതരത്തിലുള്ള ബ്ലഡിനെ പരിശോധിച്ചുകൊണ്ട് ബ്ലഡിന്റെ പല ഡിസോർഡേഴ്സും കണ്ടുപിടിക്കും അല്ലെ. അതായത് ഇപ്പൊ ഒരു എക്സാമ്പിൾ ഏതൊക്കെ നമുക്ക് പറയാം? അനീമിയ പറയാം, വിളർച്ച അല്ലെ, ഒരു ബ്ലഡ് ഡിസോർഡർ ആണ്. ഹീമോഫീലിയ. അപ്പൊ അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ തിരിച്ചറിയുന്നത് എങ്ങനെയാണ്? ഇതുപോലെ ബ്ലഡ് എടുക്കും, എന്നിട്ട് ബ്ലഡിനെ പരിശോധന വിധേയമാക്കും. ടെസ്റ്റ് ചെയ്യുമ്പോഴാണ് ഇത്തരം അസുഖങ്ങളൊക്കെ ഉണ്ടെന്നുള്ളത് മനസ്സിലാവുന്നത്. അപ്പൊ ഹെമറ്റോളജി എന്ന് പറഞ്ഞാല് സ്റ്റഡി ഓഫ് ബ്ലഡ് ആൻഡ് ബ്ലഡ് ഡിസോർഡേഴ്സ്. അത് നിങ്ങൾക്ക് നേരത്തെ അറിയാം, അതുകൊണ്ട് ഞാൻ തരുന്നില്ല, നിങ്ങൾക്ക് അറിയാവുന്നതാണ്. എക്സാമ്പിൾ വേണമെങ്കിൽ എഴുതി വെച്ചോളൂ. നിങ്ങൾക്ക് അറിയാവുന്ന ബ്ലഡ് ഡിസോർഡേഴ്സ് ഏതൊക്കെയാ? അനീമിയ അല്ലെ, വിളർച്ച പറയാം, ഹീമോഫീലിയ ഒക്കെ പറയാം. അറിയാലോ? ഓക്കെ. അടുത്ത എന്താണ്? ഹിസ്റ്റോപാത്തോളജി. അതവിടെ നിൽക്കട്ടെ കേട്ടോ. ഹിസ്റ്റോപാത്തോളജി അവിടെ നിൽക്കട്ടെ. ഞാൻ മൂന്നാമത്തെ ആളെ ആദ്യം പറയും, എന്നിട്ട് നമുക്ക് ഹിസ്റ്റോപാത്തോളജിയിലോട്ട് പോകാം. അപ്പൊ മൂന്നാമത്തെ ആളാരാണ്? സൈറ്റോളജി. എന്താണ്?
സൈറ്റോളജി. പറഞ്ഞേ, സൈറ്റോളജി അറിയാവുന്നവരൊന്ന് പറഞ്ഞേ. പൂജ കറക്റ്റ് ആണ് കേട്ടോ. സ്റ്റഡി ഓഫ് സെൽസ് ആണ് കേട്ടോ, സ്റ്റഡി ഓഫ് സെൽസ്. അപ്പൊ എന്തായിരിക്കും സൈറ്റോളജിയിൽ ചെയ്യുന്നുണ്ടാവാ? എന്തായിരിക്കും സൈറ്റോളജിക്കകത്ത് ചെയ്യുന്നുണ്ടാവാ? സ്റ്റഡി ഓഫ് സെൽസ് ആണ് അല്ലെ. സെല്ലുകളെ കുറിച്ചും സെല്ലിന് വരുന്ന ഡിസോർഡറുകളെ കുറിച്ചൊക്കെ പഠിക്കുന്നു. അപ്പൊ എന്ത് ചെയ്യും? സെല്ലുകളെ പരിശോധന വിധേയമാക്കിയിട്ട് പല രോഗങ്ങളെ കണ്ടെത്തുന്നു. അതിന് ഏറ്റവും ടിപ്പിക്കൽ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ പറയുന്നത് സ്ക്രീനിങ് ടെസ്റ്റ് ഫോർ ക്യാൻസർ ആണ് കേട്ടോ. സ്ക്രീനിങ് ടെസ്റ്റ് ഫോർ ക്യാൻസർ ആണ്. കാര്യം എന്താ? ക്യാൻസർ എന്ന് പറയുന്ന അസുഖം കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? സെല്ലുകൾ യൂസ് ചെയ്യാം അല്ലെ. കാര്യം ക്യാൻസർ എന്ന് പറയുന്നത് തന്നെ അബ്നോർമൽ ആയിട്ട് വരുന്ന സെല്ലുകളാണ്. സെൽ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? കോശമാണ് കേട്ടോ. സെൽ എന്ന് പറഞ്ഞാൽ കോശമാണ് കേട്ടോ. നമുക്കറിയാം, നമ്മൾ കുഞ്ഞു ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലെ. മനുഷ്യ ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ? എന്നിട്ട് ജന്തുകോശവും സസ്യകോശവും ഒക്കെ വരയ്ക്കാനും എഴുതാനും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ക്ലാസ് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ അവിടെ പറഞ്ഞു പോയിട്ടുണ്ടാവും സൈക്കോളജി എന്ന് പറയുന്നത് സ്റ്റഡി ഓഫ് സെൽ ആൻഡ് സെൽ ഡിസോർഡേഴ്സ്. അറിയാത്തവരൊന്ന് നോട്ട് ചെയ്തു കേട്ടോ. ഞാൻ ഇവിടുന്ന് ടൈപ്പ് ചെയ്ത് വിടാണ്. സ്റ്റഡി നോട്ട് ചെയ്ത് വെച്ചോട്ടോ. സ്റ്റഡി ഓഫ് സെൽസ് and its disorders. ഞാൻ ടൈപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാണുന്നുണ്ടോ നിങ്ങൾക്ക്? സ്റ്റഡി ഓഫ് സെൽസ് ആൻഡ് ഇറ്റ്സ് ഡിസോർഡേഴ്സ് കേട്ടോ. അത്രേ ഉള്ളൂ സൈക്കോളജി എന്ന് പറഞ്ഞാല്. എക്സാമ്പിൾ എഴുതിക്കോളൂ. സ്ക്രീനിങ് ടെസ്റ്റ് ഫോർ ക്യാൻസർ കേട്ടോ. സ്ക്രീനിങ് ടെസ്റ്റ് ഫോർ ക്യാൻസർ. എക്സാമ്പിളായിട്ട് സ്ക്രീനിങ് ടെസ്റ്റ് ഫോർ ക്യാൻസർ എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്ന എക്സാമ്പിൾ ഇട്ടുന്നുള്ളൂ കേട്ടോ. നിങ്ങളെ സംബന്ധിച്ച് സൈറ്റോളജി എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണം അത് സ്റ്റഡി ഓഫ് സെൽസ് ആൻഡ് സെൽ ഡിസോർഡേഴ്സ് ആണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ അവിടെ എന്താ ചെയ്യുന്നുണ്ടാവാം? അത്തരം ലാബിൽ എങ്ങനെയുള്ള സേവനങ്ങളായിരിക്കും? സെല്ലുകൾ കളക്ട് ചെയ്തിട്ട് എന്താണ് അത് പരിശോധന വിധേയമാക്കിയിട്ട് രോഗം കണ്ടെത്തുന്നു അല്ലെ. ക്യാൻസർ പോലുള്ള രോഗങ്ങൾക്കൊക്കെ നമ്മളത് യൂസ് ചെയ്യാറുണ്ട്. മനസ്സിലായോ? സെൽ എന്ന് പറഞ്ഞാൽ കോശം കേട്ടോ, കോശം. അപ്പൊ നമ്മൾ മൂന്നാമത്തെ പറഞ്ഞു അല്ലെ. ഇനി രണ്ടാമത്തെ മാറ്റി വെച്ചേക്കായിരുന്നു. ഇത് പറഞ്ഞിട്ട് അത് പറയാൻ പറഞ്ഞിട്ട്. അപ്പൊ നോക്കൂ, രണ്ടാമത്തെ എന്താണ്? ഹിസ്റ്റോപാത്തോളജി. എന്താണ് ഹിസ്റ്റോപാത്തോളജി? എന്താണ് ഹിസ്റ്റോപാത്തോളജി? പാത്തോളജി നമുക്കറിയാം സ്റ്റഡി ഓഫ് ഡിസീസ് ആണ്. അതേക്കുറിച്ച് കറക്റ്റ് ആണ് കേട്ടോ. ഹിസ്റ്റോപാത്തോളജി എന്ന് പറഞ്ഞു. ഹിസ്റ്റോളജി എന്താണെന്ന് അറിയാമോ? സ്റ്റഡി ഓഫ് ടിഷ്യൂസ് ആണ് കേട്ടോ. ടിഷ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? കല എന്ന് പറയും. കല, കോശങ്ങൾ കൂടി ചേർന്നിട്ടാണ് കലകൾ ഉണ്ടാകുന്നത് അല്ലെ. അപ്പൊ അതിനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ ടിഷ്യൂ എന്ന് പറയുന്നത്. അപ്പൊ ഹിസ്റ്റോപാത്തോളജി എന്ന് പറഞ്ഞാല് എന്തിനു വേണ്ടിയിട്ടായിരിക്കും അവിടെ ടെസ്റ്റുകൾ നടത്തുന്നുണ്ടാവാ? ടിഷ്യൂ സംബന്ധമായിട്ടുള്ള ഡിസീസസുകളെ കണ്ടുപിടിക്കാനായിട്ട്. അപ്പൊ നോട്ട് ചെയ്ത് വെച്ചോളൂ. എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? ഫോർ ദ ഡയഗ്നോസിസ് ഓഫ് diseases of tissues കേട്ടോ. ടിഷ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെ കലകൾ എന്നർത്ഥം കേട്ടോ. എക്സാമ്പിൾ എന്താണ് പറയുന്നത്? ഏത് എക്സാമ്പിൾ പറഞ്ഞു? ടിഷ്യൂസിനൊക്കെ വരുന്ന അസുഖങ്ങള്. ലെപ്രസി കേട്ടിട്ടുണ്ടോ നിങ്ങള്? ലെപ്രസി, കുഷ്ഠരോഗം കേട്ടോ. കുഷ്ഠരോഗമാണ് ലെപ്രസി. നോട്ട് ചെയ്ത് വെച്ചു കേട്ടോ. ഇതിനു വേണ്ടിയിട്ടാണ് ഹിസ്റ്റോപാത്തോളജി യൂസ് ചെയ്യുന്നത്. ഫോർ ദ ഡയഗ്നോസിസ് ഓഫ് ഡിസീസസ് ഓഫ് ടിഷ്യൂസ് കേട്ടോ. അല്ലെങ്കിൽ ഡിസീസിന്റെ ടിഷ്യൂസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. എക്സാമ്പിൾ ലെപ്രസി. ലെപ്രസിയുടെ എല്ലാ ക്യാപിറ്റൽ ഇട്ടോളൂ കേട്ടോ. എല്ലാണേ സ്മോൾ ലെറ്റർ ആയിപ്പോയി. കിട്ടിയില്ലോ? ഓക്കെ. അപ്പൊ ഹിസ്റ്റോപാത്തോളജി എന്താണെന്ന് മനസ്സിലായില്ലേ? ഡിസീസ് മീൻസ് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ടിഷ്യൂസിനെ പരിശോധിച്ചിട്ട് രോഗനിർണയം നടത്തുന്നതിന് ഒരു എക്സാമ്പിൾ ആണ് നമ്മൾ പറഞ്ഞത് ലെപ്രസി, കുഷ്ഠരോഗം കേട്ടോ. ഓക്കെ. ഇനി അടുത്തതാണ് എന്ത്? റൂട്ടീൻ പാത്തോളജി. എന്താണ് റൂട്ടീൻ പാത്തോളജി എന്നറിയാമോ? റൂട്ടീൻ പാത്തോളജി എന്ന് പറഞ്ഞാല് കോമൺ പാത്തോളജിയാണ്. എന്ന് പറഞ്ഞാല് ഇറ്റ് ഗിവ്സ് ദ വാല്യൂബിൾ ഇൻഫർമേഷൻ അബൌട്ട് ദ ഓവറോൾ ഹെൽത്ത്. ഒരു മനുഷ്യന്റെ ആരോഗ്യത്തെ സംബന്ധിക്കുന്ന ഒരു മൊത്തത്തിലുള്ള ഒരു ഇൻഫർമേഷൻ തരുന്ന ഒരു ടെസ്റ്റ് ആണ് എന്ത്? റൂട്ടീൻ പാത്തോളജി ടെസ്റ്റ് എന്നൊക്കെ പറയുന്നത്. റൂട്ടീൻ പാത്തോളജിക്ക് ഒരു എക്സാമ്പിൾ ആണ് നമ്മുടെ CBC, കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട്. നമുക്ക് ഡോക്ടർ പലപ്പോഴും എഴുതി തരാറുണ്ട് അല്ലെ.
എഴുതി തരാറുണ്ട്. CBC എന്ന് പറഞ്ഞിട്ട് എഴുതി തരാറുണ്ട്. എന്താണ്? ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനാണ് അല്ലെ, കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട് ആണ്. അപ്പൊ ഈ കംപ്ലീറ്റ് CBC ചെയ്യുമ്പോൾ നമുക്ക് ആ റിപ്പോർട്ട് കാണുമ്പോൾ അറിയാം അല്ലെ, എല്ലാ കമ്പോണൻസും സെപ്പറേറ്റ് ചെയ്തിട്ട് അതിനകത്ത് ഉണ്ടാവും. RBC, WBC, പ്ലേറ്റ്ലെറ്റ് എന്ന് വേണ്ട എല്ലാം ഉണ്ടായിരിക്കും അതിനകത്ത്. WBC 5 ടൈപ്സ് ഓഫ് WBC ഉണ്ട്. ഈ ഈസിനോഫിൽ, ബേസോഫിൽ എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ സെപ്പറേറ്റ് കമ്പോണന്റ് ആയിട്ട് നമുക്ക് എന്താണ് ഷിഫ? ജീവിതശൈലി രോഗനിർണയമാണോ? ജീവിതശൈലി രോഗനിർണയം എന്ന് പറയാൻ പറ്റില്ല. നമ്മുടെ കോമൺ ആയിട്ട് നമുക്ക് എന്തെങ്കിലും ബ്ലഡിൽ വാരിയേഷൻസ് കാണിക്കും, നമുക്ക് എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടെങ്കിൽ, ഇപ്പൊ എന്താ പറയാ, ബ്ലഡിലെ RBCയുടെ അളവിൽ വേരിയേഷൻ വന്നാൽ നമുക്ക് അനീമിയ ഉണ്ടെന്ന് മനസ്സിലാവില്ലേ? അതുപോലെ നമുക്ക് വൈറൽ ഇൻഫെക്ഷൻസ് ഒക്കെ വരില്ല, അപ്പൊ ഈ WBCയുടെ കൗണ്ട് ഒക്കെ കൂടും. അപ്പോഴാണ് നമുക്ക് ഡോക്ടർ ആന്റിബയോട്ടിക്സ് ഒക്കെ എഴുതി തരുന്നത്. ESR ഒക്കെ അതിൽ പെടും. ESR സെപ്പറേറ്റ് ആയിട്ട് ടെസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ. അപ്പൊ CBC നിങ്ങൾ കേട്ടിട്ടില്ലേ? കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട് നോക്കുന്നത്. അതെ ഈ കൗണ്ട് നോക്കും ഓരോന്നിന്റെ കേട്ടാ. അപ്പൊ അതാണ് CBC. അപ്പൊ എഴുതിക്കോളൂ, റൂട്ടീൻ പാത്തോളജി എന്താണ് കേട്ടാ, എന്തിനാണ് ആ ടെസ്റ്റ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. എന്ത് വിവരമാണ് ആ ഒരു ടെസ്റ്റിങ്ങിലൂടെ നമുക്ക് ലഭിക്കുന്നത്? എഴുതിക്കോളൂ, ടെസ്റ്റ്, ഞാൻ ഇവിടുന്ന് ടൈപ്പ് ചെയ്തേട്ടാ. ടെസ്റ്റ് that provides valuable information about overall health. Test that provides valuable information about the overall health. Example എഴുതിക്കോളൂ, CBC. CBCയുടെ ഫുൾ ഫോം അറിയാത്തവർ ഒന്ന് നോട്ട് ചെയ്തോളൂ. കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട് എന്നാണ് കേട്ടോ. കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട് കിട്ടിയാ? ടൈപ്പ് ചെയ്ത് വിട്ടിട്ടുണ്ട് കേട്ടോ. ടെസ്റ്റ് ദാറ്റ് പ്രൊവൈഡ്സ് വാല്യൂബിൾ ഇൻഫർമേഷൻ അബൌട്ട് ഓവറോൾ ഹെൽത്ത്. എക്സാമ്പിൾ CBC കേട്ടോ. കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട് കിട്ടിയില്ലേ? അപ്പൊ നമ്മള് ക്ലിനിക്കൽ പാത്തോളജി ആ ഒരു സെക്ഷൻ നമ്മൾ കഴിഞ്ഞു പറഞ്ഞു. എന്തൊക്കെയായിരുന്നു? ഒന്ന് ഹെമറ്റോളജി, എന്താണ്? സ്റ്റഡി ഓഫ് ബ്ലഡ് ആൻഡ് ബ്ലഡ് ഡിസോർഡേഴ്സ്. അപ്പൊ നമ്മൾ അതിന് എക്സാമ്പിൾ എന്തൊക്കെയാ പറഞ്ഞത്? അതായത് ബ്ലഡ് പരിശോധിക്കുന്നു, അതിലൂടെ പല രോഗങ്ങളും നമ്മൾ കണ്ടെത്തുന്നു. എക്സാമ്പിൾ അനീമിയ, ഹീമോഫീലിയ, നിങ്ങൾക്ക് ഒത്തിരി കിട്ടും അല്ലെ. ഞാൻ വെറുതെ ഒരു എക്സാമ്പിൾ ആണ് പറഞ്ഞത്. പിന്നെ ഹിസ്റ്റോപാത്തോളജി എന്ന് പറയുമ്പോൾ എന്താണ്? സ്റ്റഡി ഓഫ് ഡിസീസ്ഡ് ടിഷ്യൂസ് ആണ്. ഹിസ്റ്റോളജി എന്ന് പറഞ്ഞാൽ സ്റ്റഡി ഓഫ് ടിഷ്യൂസ്. ഹിസ്റ്റോപാത്തോളജി ഇപ്പൊ എന്തായിരിക്കും? സ്റ്റഡി ഓഫ് ഡിസീസ്ഡ് ടിഷ്യൂസ് അല്ലെ. അങ്ങനെ അതിന് എക്സാമ്പിൾ നമ്മൾ പറഞ്ഞത് ലെപ്രസി ആണ് പറഞ്ഞത്, കുഷ്ഠരോഗം. പിന്നെന്താണ് നമ്മുടെ സൈറ്റോളജി എന്ന് പറഞ്ഞാൽ സ്റ്റഡി ഓഫ് സെൽസ്, കോശങ്ങളെ കുറിച്ചുള്ള പഠനം. എക്സാമ്പിൾ നമ്മൾ ഏതാ പറഞ്ഞത്? സ്ക്രീനിങ് ടെസ്റ്റ് ഫോർ ക്യാൻസർ അല്ലെ. ക്യാൻസറിന്റെ സ്ക്രീനിങ് ടെസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ നമ്മൾ ലാസ്റ്റ് കണ്ടത് റൂട്ടീൻ പാത്തോളജി ആണ് അല്ലെ, കോമൺ പാത്തോളജി. ഇറ്റ് ഗീവ്സ് ദ വാല്യൂബിൾ ഇൻഫർമേഷൻ അബൌട്ട് ദ ഓവറോൾ ഹെൽത്ത്. ഇടയ്ക്ക് ഒരു CBC ഒക്കെ ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. ഇടയ്ക്ക് CBC ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ ബോഡിയിൽ എന്തെങ്കിലും വാരിയേഷൻസ് ഒക്കെ ഉണ്ടോ എന്നുള്ളത് വലിയ കാര്യമായിട്ടല്ല. എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ പൊതുവെ ബ്ലഡിൽ കാണിക്കും. അപ്പൊ നമുക്കത് കണ്ടുപിടിക്കാനൊക്കെ നല്ലതാണ്. അതുപോലെ ഇടയ്ക്കൊക്കെ ഞാൻ പറഞ്ഞെന്താ വെച്ചാൽ ഇപ്പൊ വിളർച്ചയൊക്കെ ഉണ്ടെങ്കിൽ RBC കൗണ്ടൊക്കെ ഒന്ന് ഇടയ്ക്ക് CBC ചെയ്ത് നോക്കുമ്പോൾ അറിയാൻ പറ്റും വിളർച്ച പ്രോബ്ലം ഉണ്ടോ, ഹീമോഗ്ലോബിൻ ലെവലൊക്കെ കുറയുന്നുണ്ടോ എന്നൊക്കെ ഉള്ളത് അറിയാനായിട്ട് സാധിക്കും. ഇപ്പൊ ഇന്നത്തെ കാലത്ത് ഇപ്പൊ എല്ലാവരും മന്ത്ലി ചെക്കപ്പ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണ് അല്ലെ. ഹെൽത്ത് ചെക്കപ്പ് ഒക്കെ ചെയ്യുന്നുണ്ട്. അതൊക്കെ പിന്നെ ഒത്തിരി പൈസക്ക് അനുസരിച്ചിരിക്കും അല്ലെ. വലിയ ചെലവില്ലാത്തതാണ് CBC എന്നൊക്കെ പറഞ്ഞിട്ട് ഇടയ്ക്കൊക്കെ ഒന്ന് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഓക്കെ. അപ്പൊ നമുക്ക് ക്ലിനിക്കൽ പാത്തോളജി നമ്മൾ കണ്ടു കേട്ടോ. അതിന്റെ അണ്ടറിൽ വരുന്നത് ഹെമറ്റോളജി, ഹിസ്റ്റോപാത്തോളജി, അതുപോലെ തന്നെ സൈറ്റോളജി, പിന്നെന്താണ് റൂട്ടീൻ പാത്തോളജി. ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക് അടുത്തതിലോട്ട് പോവാം. എന്താണ്? ക്ലിനിക്കൽ മൈക്രോബയോളജി. എന്താണ്? ക്ലിനിക്കൽ മൈക്രോബയോളജി. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, മൈക്രോ എന്ന് പറയുന്നത് നിങ്ങൾ മൈക്രോ ഓർഗാനിസംസ് ആയിട്ട് കണക്ട് ചെയ്യണം. അല്ല, ഏതൊക്കെയാണ് നോക്കി അതിന്റെ അണ്ടറിൽ വരുന്നത്? ഏതൊക്കെയാണ്? ബാക്ടീരിയോളജി, മൈക്കോബാക്ടീരിയോളജി, വൈറോളജി, മൈക്കോളജി, പാരസൈറ്റോളജി, ഇമ്മ്യൂണോളജി, സെറോളജി. ഇത്രയും വരുന്നത് ഇതിനകത്താ ക്ലിനിക്കൽ മൈക്രോബയോളജിക്ക് അകത്താണ്.
അപ്പൊ അതിൽ ആദ്യത്തെ ആള് നമുക്ക് നോക്കാം. ബാക്ടീരിയോളജി. എന്തായിരിക്കും ബാക്ടീരിയോളജി? എന്തായിരിക്കും? സ്റ്റഡി ഓഫ് ബാക്ടീരിയ അല്ലെ? അതെ, നമ്മള് അങ്ങനെ അവിടെ എന്തായിരിക്കും? രോഗത്തിന് കാരണമായിട്ടുള്ള ബാക്ടീരിയയെ കണ്ടെത്തുന്നു, അതിനെ ഐഡന്റിഫൈ ചെയ്യുന്നു, അതിനെ എക്സാമിൻ ചെയ്യുന്നതിലൂടെ നമ്മൾ രോഗം എന്തെന്ന് കണ്ടുപിടിക്കുന്നു. അത്തരം സേവനങ്ങളായിരിക്കും എവിടെ ചെയ്യുന്നുണ്ടാവാം? ബാക്ടീരിയോളജി ലാബിനകത്ത് ചെയ്യുന്നുണ്ടാവാം അല്ലേ? അതെ അതെ പാറു, കറക്റ്റ് ആണ് കേട്ടോ. ബാക്ടീരിയകളെ കുറിച്ചുള്ള പറഞ്ഞു. അപ്പൊ ഒന്ന് എഴുതിയെടുത്തോ കേട്ടോ, എന്ത് ടെസ്റ്റ് ആണ് അവിടെ ചെയ്യുന്നത്, എന്തിനുള്ള ടെസ്റ്റ് ആണെന്ന്. ബാക്ടീരിയോളജിന്ന് എഴുതിയിട്ട് ജസ്റ്റ് ഒരു ഹൈഫൺ കൊടുക്കുക, എന്നിട്ട് എഴുതിക്കോളൂ. ടെസ്റ്റ് help to find harmful bacteria. In or on your body that makes you sick. കിട്ടിയോ? നോക്കിയേ, ടെസ്റ്റ് ഹെൽപ്പ് ടു ഫൈൻഡ് ഹാർംഫുൾ ബാക്ടീരിയ ഇൻ ഓർ ഓൺ യുവർ ബോഡി ദാറ്റ് മേക്ക് യു സിക്ക്. നിങ്ങൾക്ക് രോഗമുണ്ടാക്കുന്ന ഹാർംഫുൾ ആയിട്ടുള്ള ബാക്ടീരിയയെ കണ്ടെത്താനുള്ള ടെസ്റ്റുകൾ ഇൻ ഓർ ഓൺ യുവർ ബോഡി അല്ലെ, നമ്മുടെ ശരീരത്തിന് അകത്തും ഉണ്ടാവും പുറത്തും ഉണ്ടാവും അല്ലെ. നമുക്ക് രോഗം വരുത്തുന്ന അത്തരം ബാക്ടീരിയാസുകളെ കണ്ടുപിടിച്ച് രോഗനിർണയം നടത്തുന്ന സേവനങ്ങളാണ് ഇവിടെ ബാക്ടീരിയോളജി എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? ഇപ്പൊ ബാക്ടീരിയ വരുത്തുന്ന അസുഖങ്ങൾ ഏതൊക്കെയാണ്? ഐശ്വര്യ കുഴപ്പമില്ല കേട്ടോ, ഇപ്പോഴാണ് ക്ലാസ്സിൽ കയറിയത്, കുഴപ്പമില്ല ഐശ്വര്യ. ഇപ്പൊ നമ്മള് കേട്ട് കൊണ്ടിരിക്കുന്ന ഭാഗങ്ങള് തുടർന്ന് പോവാം കേട്ടോ, കണ്ടിന്യൂ ചെയ്ത് പോകാം. ലാസ്റ്റ് ഞാനൊന്ന് കൺക്ലൂഡ് ചെയ്ത് പറയാം. പിന്നെ മിസ്സായ ഭാഗം ജസ്റ്റ് മറ്റേ റെക്കോർഡിംഗ് ക്ലാസ് കണ്ടോളൂ കേട്ടോ, റെക്കോർഡിംഗ് ക്ലാസ് കണ്ടോളൂ. അപ്പൊ നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ക്ലിനിക്കൽ മൈക്രോബയോളജിയെ കുറിച്ചാണ്. ടൈഫോയിഡ്, വെരി ഗുഡ്, ടൈഫോയിഡ്. പിന്നെ എലിപ്പനി ഇല്ലേ, എലിപ്പനി, അതൊക്കെ ബാക്ടീരിയയിലാണ് കേട്ടോ. എലിപ്പനി വൈറൽ അല്ല എന്ന് തോന്നുന്നു, വൈറൽ അല്ല, ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണ്. പിന്നെ നമ്മള് ബ്ലഡ് ബാങ്കിനകത്ത് പഠിച്ചിരുന്നു, സിഫിലിസ് പഠിച്ചത് ഓർമ്മയില്ല? ട്രിപ്പോനിമ പാലിഡം എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ വരുത്തുന്ന അസുഖമാണെന്നൊക്കെ, അതൊക്കെ വെറുതെ എക്സാമ്പിൾ എഴുതി വെച്ചോളൂ, ബാക്ടീരിയൽ ഇൻഫെക്ഷൻ കേട്ടോ. അടുത്തത് ന്യൂമോണിയ പറഞ്ഞിട്ടുണ്ട് പൂജ. ന്യൂമോണിയ രണ്ടെണ്ണം ഉണ്ട്, വൈറസും ഉണ്ട്, ബാക്ടീരിയൽ ന്യൂമോണിയ ഉണ്ട് കേട്ടോ, രണ്ടും ഉണ്ട്. ബാക്ടീരിയൽ വരുത്തുന്ന ന്യൂമോണിയ ഉണ്ട്, വൈറസ് വരുത്തുന്ന ന്യൂമോണിയ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് അറിയാവുന്ന എക്സാമ്പിൾ എഴുതി വെച്ചോളൂ. അപ്പൊ ബാക്ടീരിയോളജി മനസ്സിലായില്ലേ എന്താന്നുള്ളത്? അടുത്തതാണ് മൈക്കോ ബാക്ടീരിയോളജി. എന്താണ്? ഡിഫ്തീരിയ. ഡിഫ്തീരിയ ഉണ്ടോന്നോ? ഡിഫ്തീരിയയുടെ രോഗകാരി ബാക്ടീരിയ ആണെന്ന് തോന്നുന്നു. ഡിഫ്തീരിയ ഞാൻ നോക്കിയിട്ട് അത് പറഞ്ഞുതരാം കേട്ടോ. ഡിഫ്തീരിയ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണെന്ന് തോന്നുന്നു. അതെ അതെ, വൈറൽ അല്ല. അത് ഞാൻ കൺഫേം ചെയ്തിട്ട് പറയാം കേട്ടോ ബാറു. അപ്പൊ നോക്കിയേ, മൈക്കോ ബാക്ടീരിയോളജി. ഇതാണ് മൈക്കോ ബാക്ടീരിയോളജി. എന്താണ് മൈക്കോ ബാക്ടീരിയോളജി? മൈക്കോ ബാക്ടീരിയ എന്ന് കേട്ടിട്ടുണ്ട്. അതൊരു തരം ബാക്ടീരിയ തന്നെയാണ്, പക്ഷെ സാധാരണ ബാക്ടീരിയയെക്കാളും കുറച്ചും കൂടെ ഹാർംഫുൾ ആണ് എന്ന് പറഞ്ഞാൽ അത് വളരെ സ്ലോ ഗ്രോയിങ് ആയിട്ടുള്ള, ഇമ്മൊബൈൽ ആയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ബാക്ടീരിയ തന്നെയാണ് മൈക്കോ ബാക്ടീരിയ എന്ന് പറയുന്നത്. ഈ മൈക്കോ ബാക്ടീരിയ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യും. അത് തന്നെ പൂജ, മൈക്കോ ബാക്ടീരിയം ട്യൂബർകുലോസിസ്. പ്രധാനമായിട്ട് അത് വരുത്തുന്ന അസുഖമാണ് എന്ത്? TB അഥവാ ട്യൂബർകുലോസിസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ TB ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് നമ്മൾ എന്താ നോക്കാം? മൈക്കോ ബാക്ടീരിയയുടെ പ്രസൻസ് ഉണ്ടോ നോക്കും. മൈക്കോ ബാക്ടീരിയ ഉണ്ടെങ്കിൽ അത് TB ആയിരിക്കും. അങ്ങനെ അപ്പോ രോഗനിർണയം നടത്തുന്നു. മനസ്സിലായല്ലോ? അപ്പൊ മൈക്കോ ബാക്ടീരിയോളജി എന്താന്ന് ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചോളൂ കേട്ടോ. ബാക്ടീരിയോളജി concerned with bacteria of the genus Mycobacterium. Mycobacterium or Mycobacteria. Example എടുക്കുന്നു. TB അഥവാ ട്യൂബർകുലോസിസ്. TBയുടെ ഫുൾ ഫോം ആണ് കേട്ടോ, ട്യൂബർകുലോസിസ്. കിട്ടിയോ? ഫാരിദ ഞാൻ എഴുതി വിട്ടിട്ടുണ്ട് കേട്ടോ. നോക്കിയേ, ബാക്ടീരിയോളജി കൺസേൺഡ് വിത്ത് ബാക്ടീരിയ ഓഫ് ദ ജീനസ്
മൈക്കോബാക്ടീരിയ എന്ന് പറഞ്ഞാല് എന്താണ്? കൺസേൺഡ് എന്ന് വെച്ചാൽ ബന്ധപ്പെട്ടിരിക്കുന്നത്. നോക്കിയിട്ട് ഞാൻ ടൈപ്പ് ചെയ്ത് വിട്ടിട്ടുണ്ട്, സ്പെല്ലിംഗ് നോക്കി എഴുതിക്കോളൂ. ബാക്ടീരിയോളജി കൺസേൺഡ് വിത്ത് ബാക്ടീരിയ ഓഫ് ദ ജീനസ് മൈക്കോബാക്ടീരിയ. മൈക്കോബാക്ടീരിയ എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് ബാക്ടീരിയ തന്നെയാണ്, പക്ഷെ നല്ല ഹാർംഫുൾ ആണ് കേട്ടോ. TB ഒക്കെ വരുത്തുന്ന ബാക്ടീരിയ ആണ് മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ് എന്നാണ് പറയാ കേട്ടോ. TB ഇല്ലേ, TB നമ്മുടെ എന്താ പറയാ ക്ഷയം, അതെ കിട്ടിയില്ലേ? മൈക്കോബാക്ടീരിയോളജി എന്താണെന്ന് മനസ്സിലായല്ലോ? ഓക്കെ, പകുതിക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്തതാണ് എന്ത്? വൈറോളജി. അപ്പൊ പേരിൽ തന്നെ കിട്ടും. എന്തായിരിക്കും വൈറോളജി? സ്റ്റഡി ഓഫ് വൈറസസ് ആൻഡ് വൈറൽ ഡിസീസസ് അല്ലെ? സ്റ്റഡി ഓഫ് വൈറസസ് ആൻഡ് വൈറൽ ഡിസീസസ്. അപ്പൊ രോഗത്തിന് കാരണമാകുന്ന വൈറസുകൾ ഏതാണെന്നുള്ളത് സ്പെസിമെനിൽ പരിശോധിച്ച് കണ്ടെത്തി ഇന്ന രോഗമാണെന്ന് ഐഡന്റിഫൈ ചെയ്യും. അപ്പൊ അങ്ങനെയുള്ള സേവനങ്ങളായിരിക്കും എവിടെ ചെയ്യുന്നുണ്ടാവുക? വൈറോളജിക്കകത്ത് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ എഴുതിക്കോളൂ കേട്ടോ. വൈറോളജി എന്ന് പറയുമ്പോൾ അറിയാവുന്നവരൊക്കെ തന്നെ എഴുതി പോയിക്കോളൂ. അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് എനിക്ക് എഴുതാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. സ്റ്റഡി ഓഫ് വൈറസ് ആൻഡ് വൈറൽ ഇൻഫെക്ഷൻസ്. എക്സാമ്പിൾ പറഞ്ഞേ, ഏതെങ്കിലും വൈറൽ ഇൻഫെക്ഷൻസിനൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന എക്സാമ്പിൾ പറഞ്ഞേ. എന്തൊക്കെയാണ്? HIV പറഞ്ഞൂടെ? ഹ്യൂമൺ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് HIV, പിന്നെന്താണ് ഹെപ്പറ്റൈറ്റിസ് B, C, ഇതൊക്കെ എക്സാമ്പിൾ ആണ് കേട്ടോ. കിട്ടിയോ? നോക്കി എഴുതി വിട്ടിട്ടുണ്ട് കേട്ടോ. സ്റ്റഡി ഓഫ് വൈറസ് ആൻഡ് വൈറൽ ഇൻഫെക്ഷൻസ്. എക്സാമ്പിൾ HIV, കോമിടനോട്ടാ. ഹെപ്പറ്റൈറ്റിസ് B, C, നിങ്ങൾക്ക് അറിയാവുന്ന വൈറൽ ഇൻഫെക്ഷൻസ് ഒക്കെ എഴുതിക്കോളൂ. അപ്പൊ രോഗത്തിന് കാരണമായിട്ടുള്ള അത്തരം എന്താണ് വൈറസുകളെ കണ്ടെത്തിയിട്ട് രോഗനിർണയം നടത്തുന്നു. അതാണ് എന്ത്? വൈറോളജി എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അടുത്തതിലോട്ട് പോവാണ്. നെക്സ്റ്റ് വരുന്നതാണ് മൈക്കോളജി. MYCOLOGY. എന്താണ് മൈക്കോളജി എന്ന് വെച്ചാൽ അറിയോ? മൈക്കോളജി എന്ന് പറഞ്ഞാൽ അതേക്കുറിച്ച് കറക്റ്റ് ആണ്. സ്റ്റഡി ഓഫ് ഫംഗി ട്ടാ. സ്റ്റഡി ഓഫ് ഫംഗി. മൈക്കോളജി എന്താന്നുള്ളത് എഴുതി വെച്ചോളൂ. സ്റ്റഡി ഓഫ് ഫംഗി. ഫംഗസ് എന്ന് പറയുന്നത് എന്താ ഫംഗിയാണ് കേട്ടോ. പ്ലൂരൽ ഫോം ആണ് ഫംഗി. ഫംഗസ് എന്നുള്ളതാണ് സിംഗുലർ ഫോം. ഫംഗസുകളെ കുറിച്ചുള്ള പഠനമാണ് കേട്ടോ. അപ്പൊ നോക്കിയേ, എക്സാമ്പിള് നമുക്ക് എക്സാമ്പിൾ കൂടെ എഴുതിയിട്ട് അയക്കാം. എക്സാമ്പിൾ ഇപ്പൊ അത്ലറ്റ്സ് ഫുട്ടിന് കേട്ടിട്ടുണ്ടോ? വളങ്കടി എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അത്ലറ്റ്സ് ഫുട്ട്. പിന്നെ അതുപോലെ തന്നെ എന്താണ് ടോനെയിൽ ഫംഗസ് കേട്ടോ. അത്ലറ്റ്സ് ഫുട്ട് എഴുതി വെച്ചു. സ്റ്റഡി ഓഫ് ഫംഗി ട്ടാ. എക്സാമ്പിള് അത്ലറ്റ്സ് ഫുട്ട്. റിംഗ്വർം വരും കേട്ടോ പൂച്ച. സ്റ്റഡി ഓഫ് ഫംഗി. എക്സാമ്പിൾ അത്ലറ്റ്സ് ഫുട്ട്. ഈ വളങ്കടിയൊക്കെ ഉണ്ടാവില്ലേ, വിരലുകൾക്കിടയിലൊക്കെ നമുക്ക് ഇങ്ങനെ ചൊറിച്ചിലൊക്കെ അനുഭവപ്പെടുന്ന ഒരു അവസ്ഥ, ഫംഗസ് ആണത്. ഫംഗൽ ഇൻഫെക്ഷൻസ് ആണ് കേട്ടോ. അപ്പൊ അതൊക്കെ അത്തരത്തിലുള്ള ഫംഗസുകളെ കണ്ടെത്തിയിട്ട് നമുക്ക് പല രോഗങ്ങളും കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അതാണ് മൈക്കോളജി ട്ടാ. മൈക്കോളജി എന്ന് പറഞ്ഞാല് സ്റ്റഡി ഓഫ് ഫംഗി ട്ടാ. ഫംഗസുകളെ കുറിച്ചുള്ള പഠനം. നിങ്ങൾക്ക് ആ പേര് കേൾക്കുമ്പോൾ ഇന്നതാണെന്നുള്ളത് മനസ്സിലാവാനാണ് കാര്യം ട്ടാ. അത്രേ ഉള്ളൂ. അടുത്തതാണ് പാരസൈറ്റോളജി. ഏതാണ്? പാരസൈറ്റോളജി. എന്താണ് പാരസൈറ്റോളജി? സ്റ്റഡി ഓഫ് പാരസൈറ്റ്സ് അല്ലെ? സ്റ്റഡി ഓഫ് പാരസൈറ്റ്സ് അല്ലെ? പാരസൈറ്റ്സ് എന്ന് വെച്ചാൽ ശരിക്കും പാരസൈറ്റ് എന്ന് പറയുമ്പോൾ പരാഗം എന്നൊക്കെയുള്ള അർത്ഥമാണ്. വിരകളാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. വിരകളൊക്കെ നമുക്കറിയാം, നമ്മുടെ വയറിനകത്തൊക്കെ ഇഷ്ടം പോലെ വിരകളും മറ്റുള്ളതുണ്ടാവും. നമ്മളെ കുഞ്ഞുങ്ങൾക്കൊക്കെ 6 മാസമൊക്കെ കൂടുമ്പോൾ നമ്മള് വിരയുടെ മരുന്നൊക്കെ കൊടുക്കും അല്ലെ? വലിയ ആൾക്കാരും കഴിക്കാറുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ വയറിലുണ്ടാകുന്ന ഇത്തരം വിരശല്യമൊക്കെ കളയാൻ വേണ്ടിയിട്ടാണ്. അതുമൂലം ഒരുപാട് അസുഖങ്ങൾ വരും കുട്ടികൾക്ക്. ഡയേറിയ, വയറുവേദന, വയറിളക്കം അല്ലെ? ലൂസ് ഓർ വാട്ടറി സ്റ്റൂൾസ് ഒക്കെ അതിന് എക്സാമ്പിൾ ആണ്. വയറിളക്കം വരെ അബ്ഡോമിനൽ ആയിട്ടുള്ള കുറെ ഇഷ്യൂസ് വരും നമുക്ക്.
ഇത്തരം പാരസൈറ്റ്സ് മീൻസ് വിരകളൊക്കെ ശരീരത്തിൽ ഉണ്ടെങ്കിൽ കേട്ടോ. അപ്പൊ എഴുതിക്കോളൂ പാരസൈറ്റോളജി എന്ന് പറയുമ്പോൾ അപ്പൊ എന്തായിരിക്കും, എന്തിനുള്ള ടെസ്റ്റുകളായിരിക്കും അവിടെ നടത്തുന്നത്? പാരസൈറ്റ്സ് ഏതാന്ന് കണ്ടെത്തിയിട്ട് അതിലൂടെ രോഗനിർണയം നടത്തും അല്ലെ. അങ്ങനെയുള്ള രോഗങ്ങൾ ഈ പാരസൈറ്റ്സ് വരുത്തുന്ന രോഗങ്ങളൊക്കെ കണ്ടുപിടിക്കാനുള്ള സേവനങ്ങളാണ് എവിടെ ചെയ്യുന്നുണ്ടാവുക, പാരസൈറ്റോളജിയിൽ ചെയ്യുന്നുണ്ടാവുക. അപ്പൊ പാരസൈറ്റോളജി എഴുതിക്കോളൂ കേട്ടോ. എന്താണ്? എന്തിനുള്ള ടെസ്റ്റ് ആണ് അവിടെ നമ്മൾ ചെയ്യുന്നത്? ടെസ്റ്റ് ടു ഫൈൻഡ് എന്താണ്? പാരസൈറ്റ്സ് അല്ലെ. പാരസൈറ്റ്സ്, ടെസ്റ്റ് ടു ഫൈൻഡ് പാരസൈറ്റ്സ്. ഓക്കെ, എക്സാമ്പിൾ ഏതാ? ടെസ്റ്റ് ടു ഫൈൻഡ് പാരസൈറ്റ്സ് കേട്ടോ. ഈ പാരസൈറ്റ്സ് മൂലം ഉണ്ടാകുന്ന അസുഖങ്ങൾ ഏതൊക്കെയാ അറിയാമോ? ഡയേറിയ കേട്ടോ. ഡയേറിയ എക്സാമ്പിൾ എഴുതിക്കോളൂ. ഡയേറിയ. പിന്നെന്താ പറയാ, ഇപ്പൊ അബ്ഡോമിനൽ ഇഷ്യൂസ് എഴുതിക്കോളൂ. അബ്ഡോമിനൽ ഇഷ്യൂസ്. നിങ്ങൾക്കറിയാവുന്നതൊക്കെ എഴുതിക്കോട്ടോ. എക്സാമ്പിൾ അതൊന്നും ചോദിക്കില്ല, അറിയാൻ വേണ്ടി വെറുതെ പറയുന്നു കേട്ടോ. ഡയേറിയ, അബ്ഡോമിനൽ ഇഷ്യൂസ്, അതുപോലെ ലൂസ് ഓർ വാട്ടറി സ്റ്റൂൾസ്, വയറിളക്കൊക്കെ വരില്ലേ, അതൊക്കെ കേട്ടോ. അപ്പൊ പാരസൈറ്റോളജി എന്താണ്? സ്റ്റഡി ഓഫ് പാരസൈറ്റ്സ് ആണ് കേട്ടോ. എന്ന് വെച്ചാൽ പാരസൈറ്റ് മൂലമുള്ള അസുഖങ്ങളൊക്കെ കണ്ടുപിടിക്കാനായിട്ട് ഉള്ള ടെസ്റ്റുകളാണ് അവിടെ ചെയ്യുന്നുണ്ടാവുക. അടുത്ത എന്താണ്? ഇമ്മ്യൂണോളജി. എന്താണ് ഷിഫ? മന്ത്. ഫൈലേറിയൽ വിരകൾ വരുത്തുന്ന അസുഖമാണല്ലോ. മെയിൻ ആയിട്ട് മന്ത് നമ്മൾ പറയുമ്പോൾ കൊതുക് എന്ന രോഗമാണ് വരുത്തുന്ന അസുഖമായിട്ടാണ് നമ്മൾ പറയാറ്. പക്ഷെ ശരിക്കും അത് എന്താ പറയാ, ഫൈലേറിയൽ വിരകൾ രോഗകാരി കൊതുകാണ്. പക്ഷെ നമ്മൾ പൊതുവെ ഈ പാരസൈറ്റോളജി നമ്മുടെ വയറിനകത്ത് ഓൾറെഡി ഉള്ള വിരകളുടെ പ്രശ്നമാണ് കേട്ടോ. മന്ത് ഈ പറഞ്ഞ ഫൈലേറിയൽ വിര വരുത്തുന്ന ഒരു അസുഖം തന്നെയാണ്. മന്ത് എഴുതണ്ട, എക്സാമ്പിൾ ഇത് എഴുതിയാൽ മതി കേട്ടോ. എക്സാമ്പിൾ ഒന്നും ചോദിക്കൊന്നുമില്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞെന്നുള്ളൂ കേട്ടോ. പിന്നെ അടുത്തത് ഏതാണ്? ഇമ്മ്യൂണോളജി. അടുത്തേതാണ്? ഇമ്മ്യൂണോളജി. ആ പേരിന് കിട്ടൂലോ. എന്തായിരിക്കും ഇമ്മ്യൂണോളജി? സ്റ്റഡി ഓഫ് ഇമ്മ്യൂൺ സിസ്റ്റംസ് അല്ലെ. സ്റ്റഡി ഓഫ് ഇമ്മ്യൂൺ സിസ്റ്റം ആൻഡ് സ്റ്റഡി ഓഫ് ഡിസീസസ് അഫക്റ്റഡ് ടു ദ ഇമ്മ്യൂൺ സിസ്റ്റം അല്ലെ. ഇമ്മ്യൂൺ സിസ്റ്റത്തിന് നമ്മുടെ രോഗപ്രതിരോധ ശേഷിയെ ബാധിക്കുന്ന അസുഖങ്ങളെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ടെസ്റ്റുകളായിരിക്കും എവിടെ നടത്തുന്നുണ്ടാവുക? ഇമ്മ്യൂണോളജിയിൽ ചെയ്യുന്നുണ്ടാവാം അല്ലെ. അപ്പൊ എഴുതി വെച്ചോളൂ. ഇമ്മ്യൂണോളജി എന്തിനുള്ള ടെസ്റ്റുകളായിരിക്കും നമ്മൾ അവിടെ ചെയ്യുന്നുണ്ടാവാം? എഴുതിക്കൊള്ളൂ കേട്ടോ. ടെസ്റ്റ് യൂസ്ഡ് ടു ഡയഗ്നോസ് കൺജെനിറ്റൽ. എന്താണ് കൺജെനിറ്റൽ എന്ന് പറഞ്ഞാൽ അറിയാമോ? ജന്മനായുള്ളത് കേട്ടോ. ജന്മനാനുള്ളത്, ബൈ ബർത്ത് ഓർ അക്വയർഡ് ഡിസീസസ് ഓഫ് ഇമ്മ്യൂൺ സിസ്റ്റം കേട്ടോ. പറയാം. എഴുതിയിട്ടുണ്ട് കേട്ടോ. നോക്കിയേ. ടെസ്റ്റ് യൂസ്ഡ് ടു ഡയഗ്നോസ് കൺജെനിറ്റൽ ഓർ അക്വയർഡ് ഡിസീസസ് ഓഫ് ഇമ്മ്യൂൺ സിസ്റ്റം അല്ലെ. അതായത് നമ്മുടെ പ്രതിരോധ ശക്തിയെ ബാധിക്കുന്ന, പ്രതിരോധ ശേഷിയെ ബാധിക്കുന്ന കൺജെനിറ്റൽ ഓർ അക്വയർഡ് ഡിസീസ്. കൺജെനിറ്റൽ എന്ന വാക്കിന്റെ അർത്ഥം ജന്മനായുള്ളത് അല്ലെ. അതുപോലെ അക്വയർഡ് ആയിട്ടുള്ള കുറെ അസുഖങ്ങൾ വരും അല്ലെ. അപ്പൊ അതിന്റെ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞത് ടൈപ്പ് 1 ഡയബറ്റീസ് കേട്ടോ. എക്സാമ്പിൾ ഇനിയും ഉണ്ട് കേട്ടോ. എക്സാമ്പിൾസ് ഒക്കെ വേറെ ഉണ്ടാവും. ജസ്റ്റ് മനസ്സിലാക്കി വെക്കാം. ഇമ്മ്യൂണോളജി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ബാധിക്കുന്ന അസുഖങ്ങളെ കണ്ടുപിടിക്കുന്നതിനുള്ള ടെസ്റ്റുകളാണ് അവിടെ നടത്തുന്നത്. ഇമ്മ്യൂണോളജി. അടുത്തതാണ് എന്ത്? സെറോളജി. നെക്സ്റ്റ് വരുന്നതാണ് സെറോളജി. എന്തിനാണ് സെറോളജി യൂസ് ചെയ്യുന്നത്? അവിടെ എങ്ങനെയുള്ള ടെസ്റ്റുകളായിരിക്കും ചെയ്യുന്നുണ്ടാവാ? അതായത് ടെസ്റ്റ് യൂസ്ഡ് ടു ഫൈൻഡ് ദ സ്പെഷ്യൽ ആന്റിബോഡീസ് ഇൻ ദ ബ്ലഡ്. എന്താ പറഞ്ഞത്? ടെസ്റ്റ് യൂസ്ഡ് ടു ഫൈൻഡ് ദ സ്പെഷ്യൽ ആന്റിബോഡീസ് ഇൻ ദ ബ്ലഡ്. മനസ്സിലായോ? ബ്ലഡിനകത്ത് വരുന്ന ചില ഷുഗർ, കൊളസ്ട്രോൾ, ആമിന, കൊളസ്ട്രോൾ അല്ലെ. കൊളസ്ട്രോൾ എന്ന് പറയുമ്പോൾ അത് വേറെ ഇതിലാട്ടോ വരാം. അതൊക്കെ നമ്മുടെ LFTയിലൂടെയാണ് നമ്മൾ മനസ്സിലാക്കുക.
ഓക്കെ, ഷുഗർ എന്ന് പറയുമ്പോൾ നമുക്ക് ബ്ലഡിലൂടെ മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ നോക്കി സെറോളജി, അത് ഷുഗർ കൊളസ്ട്രോൾ എന്ന് പറയുമ്പോൾ ഒരു ഓട്ടോ ഇമ്മ്യൂൺ സിസ്റ്റം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ. ഇതൊക്കെ എന്താ പറയുക, പ്രതിരോധ ശക്തിനെ ബാധിക്കുക, ജീവിതശൈലി രോഗങ്ങളാണത്. അടുത്തത് സെറോളജി കേട്ടോ. സെറോളജി ടെസ്റ്റ് എന്താണ്? ടെസ്റ്റ് യൂസ്ഡ് ടു ഫൈൻഡ് ദ സ്പെഷ്യൽ ആന്റിബോഡീസ് ഇൻ ദ ബ്ലഡ്. നമ്മുടെ ബ്ലഡിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള സ്പെഷ്യൽ ആന്റിബോഡീസ് ഉണ്ടോ എന്നറിയാനുള്ള ടെസ്റ്റുകളാണ് അവിടെ ചെയ്യുന്നത്. ആന്റിബോഡി, ആന്റിജൻ ഒക്കെ നമ്മൾ ബ്ലഡ് ബാങ്ക് പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു അല്ലെ. ആന്റിജനുകളുടെ പ്രവർത്തനങ്ങൾക്കെതിരെ പ്രതിരോധിക്കുന്ന പ്രോട്ടീനുകളാണ് ആന്റിബോഡീസ്. അപ്പൊ സ്പെഷ്യൽ ആന്റിബോഡീസ് നമ്മുടെ ശരീരത്തിൽ ഉത്പാദിപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തോ ഒരു ടോക്സിക് ആയിട്ടുള്ള ഒരു ആന്റിജൻ നമ്മുടെ ശരീരത്തിൽ പ്രവേശിച്ചിട്ടുണ്ടെന്നാണ് അർത്ഥം. അപ്പൊ അത്തരത്തില് എന്താണ്, സ്പെഷ്യൽ ആന്റിബോഡീസ് ഉണ്ടോ എന്ന് അറിയാനായിട്ടുള്ള ചെക്കിംഗ് ആണ് അവിടെ നടത്തുന്നത്. മനസ്സിലായല്ലോ? എക്സാമ്പിൾ നമുക്ക് എന്തൊക്കെ പറയാം? COVID-19 പറയാം അല്ലെ, പുതിയതായിട്ട് വന്നതായിരുന്നു അല്ലെ COVID-19 വൈറസ്. വൈറൽ ഇൻഫെക്ഷൻ ആണ്, പക്ഷെ എന്താണ്, അത് ഒരു പുതിയതായിട്ട് വന്ന അല്ലെ, അതിനെതിരെ ഒരു പുതിയ അസുഖമായിട്ട് വന്നതാണത്. അപ്പൊ അത് സ്പെഷ്യൽ ആന്റിബോഡീസ് ഇൻ ദ ബ്ലഡിൽ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സെറോളജി യൂസ് ചെയ്യുന്നത്. അതുപോലെ മംസ് ഒക്കെ പറയാം, മീസൽസ് എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? 5-ാം പനി, അതുപോലെ മംസ് എന്താണ്, മുണ്ടിനീര്, അതൊക്കെ എക്സാമ്പിൾ ആണ് കേട്ടോ. എഴുതിക്കോളൂ, സെറോളജി എന്താണെന്ന് എഴുതിക്കോളൂ. എന്തിനുള്ള ടെസ്റ്റ് ആണ് അവിടെ നടത്തുന്നത്? ടെസ്റ്റ് യൂസ്ഡ് ടു ഫൈൻഡ് സ്പെഷ്യൽ ആന്റിബോഡീസ് ഇൻ ദ ബ്ലഡ് കേട്ടോ. സ്പെഷ്യൽ antibodies in the blood. Example, measles എടുക്കും, 5-ാം പനി ഒക്കെ എഴുതി വിട്ടിട്ടുണ്ട് കേട്ടോ. ടെസ്റ്റ് യൂസ്ഡ് ടു ഫൈൻഡ് ദ സ്പെഷ്യൽ ആന്റിബോഡീസ് ഇൻ ദ ബ്ലഡ്. എക്സാമ്പിൾ മീസൽസ്. സെറോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ്, അവിടെ എന്തിനുള്ള ടെസ്റ്റുകളാണ് നടത്തുന്നത്? നമ്മുടെ ബ്ലഡിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള സ്പെഷ്യൽ ആന്റിബോഡീസ് ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. അതിലൂടെ രോഗനിർണയം നടത്തുന്ന സേവനങ്ങളാണ് അവിടെ ചെയ്യുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ നമ്മൾ ക്ലിനിക്കൽ മൈക്രോബയോളജിയും നമ്മൾ പറഞ്ഞു കഴിയാണ്. അപ്പൊ ക്ലിനിക്കൽ മൈക്രോബയോളജിക്കകത്ത് എന്തൊക്കെ വരുന്നുണ്ട്? ബാക്ടീരിയോളജി അല്ലെ, സ്റ്റഡി ഓഫ് ബാക്ടീരിയ അല്ലെ, സ്റ്റഡി ഓഫ് ഹാംഫുൾ ബാക്ടീരിയ ദാറ്റ് യു മേക്ക് സിക്ക് അല്ലെ, അസുഖം വരുത്തുന്ന അല്ലെങ്കിൽ രോഗത്തിന് കാരണമാകുന്ന ബാക്ടീരിയകളെ കണ്ടെത്തിയിട്ട് അവയെ പരിശോധനാ വിധേയമാക്കിയിട്ട് രോഗനിർണയം നടത്തുന്നു അല്ലെ. പിന്നെ മൈക്രോ ബാക്ടീരിയോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് ബാക്ടീരിയ തന്നെയാണ്, പക്ഷെ എന്താണ്, ട്യൂബർകുലോസിസ് പോലുള്ള അസുഖങ്ങളെ കണ്ടുപിടിക്കാനായിട്ട് ഉപയോഗിക്കുന്നു. പിന്നെ വരുന്നതാണ് വൈറോളജി അല്ലെ, സ്റ്റഡി ഓഫ് വൈറസ് ആൻഡ് വൈറൽ ഇൻഫെക്ഷൻസ്. മൈക്കോളജി എന്ന് പറഞ്ഞാൽ സ്റ്റഡി ഓഫ് ഫംഗി. പാരസൈറ്റോളജി എന്ന് പറഞ്ഞാൽ സ്റ്റഡി ഓഫ് പാരസൈറ്റ്സ്. ഇമ്മ്യൂണോളജി മീൻസ് ഇസ് ദ സ്റ്റഡി ഓഫ് ദ ഇമ്മ്യൂൺ സിസ്റ്റം അല്ലെ, ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ബാധിക്കുന്ന കാര്യങ്ങൾ കണ്ടെത്താനായിട്ട് ഉപയോഗിക്കുന്നു. അതുപോലെ സെറോളജി എന്താണ്? ടെസ്റ്റ് ടു ഫൈൻഡ് ദ സ്പെഷ്യൽ ആന്റിബോഡീസ് ഇൻ ദ ബ്ലഡ്. അതിലൂടെ രോഗനിർണയം നടത്തുന്നു. മനസ്സിലായല്ലോ? അപ്പൊ അതും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് മൂന്നാമത്തേലോട്ട് പോകാം. എന്താണ്? ക്ലിനിക്കൽ ബയോ കെമിസ്ട്രി. എന്താണ് ക്ലിനിക്കൽ ബയോ കെമിസ്ട്രി? അപ്പൊ ഞാൻ കെമിസ്ട്രിയുടെ കാര്യം പറഞ്ഞപ്പോ പറഞ്ഞു, നമ്മുടെ ശരീരത്തിൽ എന്തുണ്ട്? പലതരത്തിലുള്ള കെമിക്കൽസ്, അതായത് എൻസൈംസ്, ഹോർമോണുകൾ. അപ്പൊ അവയുടെയൊക്കെ വാരിയേഷൻ കാരണം കൊണ്ട് നമുക്ക് പലതരത്തിലുള്ള അസുഖങ്ങൾ വരാറില്ലേ? അപ്പൊ അതൊക്കെ കണ്ടെത്തുന്ന അത്തരം ടെസ്റ്റുകളും സേവനങ്ങളും ഒക്കെയാണ് ഇവിടെ ചെയ്യുന്നുണ്ടാവുക. ക്ലിനിക്കൽ ബയോ കെമിസ്ട്രി എന്ന് പറയുന്ന ലാബിനകത്ത് ചെയ്യുന്നുണ്ടാവാം. അതിനകത്ത് വരുന്ന 2 പേരാണ്. ഒന്ന് ബയോ കെമിക്കൽ അനാലിസിസും, 2 ഹോർമോണൽ അസേസും. ഏതൊക്കെയാണ്? ബയോ കെമിക്കൽ അനാലിസിസും 2 ഹോർമോണൽ അസേ. അപ്പൊ ആദ്യത്തെ ആളെ നോക്കിയേ, ബയോ കെമിക്കൽ അനാലിസിസ്. ഇതാണ് ബയോ കെമിക്കൽ അനാലിസിസ്. എന്താണ് ബയോ കെമിക്കൽ അനാലിസിസ്? എന്തിനുള്ള ടെസ്റ്റുകളാണ് അവിടെ ചെയ്യുന്നുണ്ടാവാം? ടെസ്റ്റ് ടു സ്റ്റഡി ദ പ്രസൻസ് ഓർ ആബ്സെൻസ് ഓഫ് എൻസൈംസ്, പ്രോട്ടീൻസ്, ലിപ്പിഡ്സ്, ആക്ടിവിറ്റീസ് ഇൻ ദ ബോഡി. മനസ്സിലായല്ലോ? നമ്മുടെ ഹ്യൂമൻ ബോഡിയിലുള്ള എൻസൈമുകള്, രാസാഗ്നികള്, പിന്നെ പ്രോട്ടീനുകള്, അതുപോലെ തന്നെ എന്താണ് നമ്മുടെ ലിപ്പിഡ്സ്. ഇതൊക്കെ എലൈസ ടെസ്റ്റ് അതിനകത്ത് വരും കേട്ടോ. അപ്പൊ ലിപ്പിഡ്സുകള് ഇതെല്ലാം പരിശോധനാ വിധേയമാക്കിയിട്ട് നമുക്ക് പല വിധത്തിലുള്ള അസുഖങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റും. ഒരു എക്സാമ്പിൾ നമുക്ക് പറയാവുന്നത്, നിങ്ങൾക്ക് പരിചയമുള്ള ടെസ്റ്റ് ആണ് LFT കേട്ടിട്ടുണ്ടോ? ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ്, LFT ടെസ്റ്റ്.
അതിനകത്താണ് ഈ കൊളസ്ട്രോൾ ഒക്കെ ഉള്ളതെന്ന് നമുക്ക് അറിയാൻ സാധിക്കും കേട്ടോ. LFT ടെസ്റ്റ്, കൊളസ്ട്രോൾ മെയിൻ ആയിട്ട് ലിവർ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ. അതിനകത്ത് ഈ പറഞ്ഞ ബിലിറൂബിന്റെ അളവ് അറിയാൻ പറ്റും. ബിലിറൂബിന്റെ അളവൊക്കെ കൂടിക്കഴിഞ്ഞാൽ മഞ്ഞപ്പിത്തം പോലെയുള്ള അസുഖങ്ങളൊക്കെ വരും. മനസ്സിലായല്ലോ? അപ്പൊ അതുപോലെ തന്നെ എന്താ പറയാ, SGPT, SGOT ഒക്കെ ഈ ലിവർ ഫംഗ്ഷനകത്ത് വരുന്നതാണ്. അപ്പൊ അതിനകത്ത് SGPT, SGOT ഒക്കെ കൂടിക്കഴിഞ്ഞാൽ നമുക്ക് ഫാറ്റി ലിവർ ഉണ്ടെന്ന് പറയും. ഫാറ്റി ലിവറിന്റെ സിംറ്റം ആണ് അതൊക്കെ കൂടുന്നത് എന്ന് പറയുന്നത്. അപ്പൊ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ്, ലിപ്പിഡ് ടെസ്റ്റ് എന്ന് പറയാറുണ്ട്. ഞാൻ ലിപ്പിഡ് ടെസ്റ്റ് എന്നൊക്കെയാണ് ലാബുകാർ പറയുന്നത്. സംഭവം എന്താണ്? ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് ആണ് കേട്ടോ. അപ്പൊ എഴുതിക്കോളൂ, ബയോ കെമിക്കൽ അനാലിസിസ് എന്താണെന്നാണ് ഞാൻ പറയുന്നത്. എന്തിനുള്ള ടെസ്റ്റുകളാണത് ചെയ്യുന്നത്? അപ്പൊ എഴുതിക്കോളൂ, ടെസ്റ്റ് used to study the presence or absence of ഏതൊക്കെയാണ്? എൻസൈംസ്, അതുപോലെ തന്നെ പ്രോട്ടീൻസ്, പിന്നെ എന്താണ്? ലിപ്പിഡ്സ് ആക്ടിവിറ്റി കേട്ടോ. ഓക്കെ, ടെസ്റ്റ് യൂസ്ഡ് ടു സ്റ്റഡി ദ പ്രസൻസ് ഓർ ആബ്സെൻസ് ഓഫ് എൻസൈംസ്, പ്രോട്ടീൻസ്, ലിപ്പിഡ്സ് ആക്ടിവിറ്റി. അതന്നെ, അത് ലിപ്പിഡ് പ്രൊഫൈൽ ടെസ്റ്റ്. LFT ടെസ്റ്റ് ചെയ്യില്ലേ? നമ്മുടെ ലിവറിന്റെ ഫംഗ്ഷൻ അറിയാനായിട്ടുള്ള ടെസ്റ്റുകൾ ചെയ്യും കേട്ടോ. അതൊക്കെ അതിന് എക്സാമ്പിൾ ആയിട്ട് പറയാം. പിന്നെ അടുത്ത എന്താണ് പറയുന്നത്? ഹോർമോണൽ അസേ. എന്താണ്? ഹോർമോണൽ അസേസ്. അത് നിങ്ങൾക്ക് അറിയാം അല്ലെ? എന്തിനായിരിക്കും അവിടെ ടെസ്റ്റ് ചെയ്യുന്നുണ്ടാവാം? ടെസ്റ്റ് യൂസ്ഡ് ടു ഫൈൻഡ് ദ ഹോർമോണൽ അബ്നോർമാലിറ്റീസ് അല്ലെ? ഹോർമോണൽ ടെസ്റ്റ്, അത് തന്നെ, ഹോർമോണൽ അബ്നോർമാലിറ്റീസ് കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റുകളായിരിക്കും അവിടെ ചെയ്യുക. ഈ ഹോർമോണൽ അസേ മീൻസ് വിലയിരുത്തുക എന്നാണ് കേട്ടോ അർത്ഥം. ASSAY അസേ എന്ന് വെച്ചാൽ വിലയിരുത്തുക. ഹോർമോണിനെ വിലയിരുത്തുക എന്ന് വെച്ചാൽ എന്താണ്? ഹോർമോണുകൾ കണ്ടെത്തിയിട്ട്, ഹോർമോണിനെ കണ്ടെത്തല്ല, ഹോർമോണൽ ഇംബാലൻസസ് മനസ്സിലാക്കിയിട്ട് പല അസുഖങ്ങളെ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. നമുക്കറിയാം, പ്രത്യേകിച്ച് സ്ത്രീകൾക്കാണ് ഹോർമോണൽ ഇംബാലൻസ് കൊണ്ട് ഒരുപാട് ഇഷ്യൂസുകളൊക്കെ വരുന്നത് അല്ലെ? ലേഡീസിനല്ല ഏറ്റവും കൂടുതൽ. അതേക്കുറിച്ച് കറക്റ്റ് ആണ് കേട്ടോ. TSH, തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. തൈറോയ്ഡ് പ്രോബ്ലംസ് ഇല്ലേ? അതായത് ഹൈപ്പോ തൈറോയിഡിസം ഉണ്ട്, ഹൈപ്പർ തൈറോയിഡിസം ഉണ്ട് അല്ലെ? തൈറോയ്ഡ് ഒക്കെ കൂടിയാലും കുറഞ്ഞാലും ഒക്കെ പ്രശ്നമാണ്. ചിലവര് ഭയങ്കരമായിട്ട് വണ്ണം വെക്കും, ചില ആൾക്കാർ ഭയങ്കരമായിട്ട് ക്ഷീണിച്ചു പോകും. അതുപോലെ തന്നെ എന്താ പറയാ, പിന്നെ ഒരുപാട് പ്രോബ്ലംസ് വരും അല്ലെ? നമ്മുടെ ഹെയർ ലോസ് ആവാം. ഈ തൈറോയിഡിന് തന്നെ ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന്റെ മൊത്തത്തിലുള്ള മെറ്റാബോളിക് ആക്ടിവിറ്റീസ് എല്ലാം അവതാളത്തിലാവും. അറിയാലോ തൈറോയിഡ് ടെസ്റ്റ്. പിന്നെ നമുക്കറിയാം ഹോർമോണൽ ഇംബാലൻസ് കൊണ്ട് വരുന്നതാണ് ഒബിസിറ്റി, പൊണ്ണത്തടി അല്ലെ? ചില ആളുകൾ കണ്ടിട്ടില്ലേ? അതെ, ഷിഫ, PCOD അല്ലെ? അതൊക്കെ ഈ സ്ത്രീകൾക്ക് വരുന്നതാണ്. ഹോർമോണൽ ഇംബാലൻസസ് കൊണ്ട് സ്ത്രീകൾക്ക് മാനസികമായിട്ടും അല്ലെ പ്രശ്നങ്ങൾ വരാറുണ്ട്, ശാരീരികമായിട്ടും പ്രശ്നങ്ങൾ വരാറുണ്ട്. അറിയാലോ? അപ്പൊ വെറുതെ എഴുതി വെച്ചോളൂ. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. ഹോർമോണൽ അസേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനുള്ള ടെസ്റ്റുകൾ, എന്തിനാ യൂസ് ചെയ്യുന്നത്? നമ്മളത് യൂസ്ഡ് ടു കൺഫേം എന്താണ്? ഹോർമോണൽ അബ്നോർമാലിറ്റീസ്. എക്സാമ്പിൾ എഴുതിക്കോളൂ. തൈറോയിഡ് ഒക്കെ പറയാം കേട്ടോ. തൈറോയിഡ് ടെസ്റ്റ്, തൈറോയിഡ്, പിന്നെന്താ PCOD ഒക്കെ പറയാം. PCOS ഉണ്ട് കേട്ടോ. PCOS, പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം. പിന്നെന്താണ്? ഒബിസിറ്റി. യെസ്, ഒബിസിറ്റി. നിങ്ങൾ അവിടെ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഹോർമോണുകൾ വിലയിരുത്തിക്കൊണ്ട് അതിന്റെ ഇംബാലൻസസ് ഒക്കെ മനസ്സിലാക്കി, അബ്നോർമാലിറ്റീസ് ഒക്കെ മനസ്സിലാക്കിയിട്ട് നമുക്ക് വിവിധ തരത്തിലുള്ള അസുഖങ്ങളെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ക്ലിയർ ആയല്ലോ? അതോടുകൂടി ക്ലിനിക്കൽ ബയോകെമിസ്ട്രി അവിടെ അവസാനിച്ചു. അപ്പൊ നമ്മള് ഇനി നമുക്ക് എനിക്ക് തോന്നുന്നു ഞാൻ ഒന്നുകൂടി ഇത് കൺക്ലൂഡ് ചെയ്ത് പറയാം. ഞാൻ ഇന്ന് ഇത്രേ എടുക്കുന്നുള്ളൂ ഇതിന്റെ. നമുക്ക് കഴിഞ്ഞ ചാപ്റ്ററിൽ കുറച്ചൊരു അബ്രീവിയേഷൻ നമ്മൾ പറയാണ്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ അത് പറയാന്ന് പറഞ്ഞത് അല്ലെ? അപ്പൊ അത് നമുക്ക് പറഞ്ഞു പോകണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വരും. അപ്പൊ ഇന്ന് നമ്മൾ ഇത്രയേ ഉള്ളൂ. കാര്യം നിങ്ങൾ ഇത് ഇനിയുള്ള പേജസിൽ ഇങ്ങനെ ഒരുപാട് നോട്ട് അങ്ങനെയൊന്നും വരുന്നില്ല കേട്ടോ.
പക്ഷെ ഇത് എന്താന്നുള്ളതൊക്കെ നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ടാണ് ഞാനത് തന്നത്. അപ്പൊ നമ്മള് ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങള് നമുക്കൊന്നും കൂടെ കൺക്ലൂഡ് ചെയ്ത് പറഞ്ഞിട്ട് ക്ലാസ് നിർത്തി പോകരുത് കേട്ടോ. നമ്മൾ ക്ലാസിഫിക്കേഷൻ ഓഫ് ഹോസ്പിറ്റൽ കഴിഞ്ഞ ദിവസം എടുത്തതിൽ കുറച്ച് അബ്രീവിയേഷൻസ് നമ്മൾ പറയാണ്ട് മാറ്റി വെച്ചിരുന്നു ഇല്ലേ, അത് നമുക്കൊന്ന് പറയണം കേട്ടോ, എന്നിട്ടേ ക്ലാസ് അവസാനിക്കുള്ളൂ. അപ്പൊ അതന്നെ വിറ്റി കറക്റ്റ്. ഒബിസിറ്റി, ഓവർ വെയിറ്റ്, പൊണ്ണത്തടി അല്ലെ. ചില ആളുകളെയൊക്കെ കാണുമ്പോൾ ഭയങ്കര തടി ഉണ്ടായിരിക്കും. ചിലപ്പോൾ അവർ കാര്യമായിട്ട് ഭക്ഷണമൊന്നും കഴിച്ചിട്ടാവില്ല. പക്ഷെ നമ്മൾക്ക് അതെന്താണ് ഈ പറഞ്ഞ ഹോർമോണൽ ഇംബാലൻസ് കൊണ്ട് വരുന്ന ഇഷ്യൂസ് ആണ് കേട്ടോ അവർക്കൊക്കെ. ഭയങ്കര തടിയൊക്കെ വെക്കും. അതുപോലെ ചിലര് ഭയങ്കര ഈ അക്രോമെഗാലി എന്നൊക്കെ പറഞ്ഞ അസുഖമുണ്ട്, ഭീമാകാരത്ത് എന്ന് പറയും, ഭയങ്കരമായിട്ട് വലുതാവുന്ന അസുഖം. ഇതൊക്കെ ഹോർമോണൽ ഇംബാലൻസ് കൊണ്ട് ഉണ്ടാകുന്നതാണ് അല്ലേ. പിന്നെ സ്ത്രീകളുടെ കേസ് ആകുമ്പോൾ പ്രത്യേകിച്ചും അവർക്ക് ഹോർമോണൽ ഇഷ്യൂസ് കാരണം കൊണ്ട് ഒരുപാട് പ്രോബ്ലംസ് വരാറുണ്ട്. അപ്പൊ ഇന്ന് നമ്മൾ പഠിച്ചത് ഇനിയുള്ള പേജസ് നമുക്ക് കുറച്ചും കൂടെ ഫാസ്റ്റ് ആയിട്ട് പോകാൻ പറ്റും കേട്ടോ. കാരണം ഇതിൽ ഇങ്ങനെ കുറച്ച് ടേംസ് ഒക്കെ വരുന്നത് കാരണം കൊണ്ടേ ചിലർക്ക് ഒരുപാട് പേർക്കൊക്കെ ഇത് അറിയുന്നതായിരിക്കും കേട്ടോ. അറിയുന്ന കുട്ടികൾ ഉണ്ടായിരിക്കും, പക്ഷെ നമ്മൾ അറിയാത്തവർക്കും കൂടെ വേണ്ടിയിട്ടാണ് നമ്മൾ അതങ്ങനെ ടൈപ്പ് ചെയ്തൊക്കെ വിടുന്നത് കേട്ടോ. നിങ്ങൾക്ക് ബോറൊന്നും അടിക്കില്ല എന്ന് വിചാരിക്കുന്നു, മടുക്കരുത്. ഹോർമോണൽ അസ്സയുടെ മീനിങ് ഒന്ന് പറയാം മോളെ. അസ്സ എന്ന് പറഞ്ഞാല് വിലയിരുത്തുക. ഹോർമോണൽ അസ്സ, ഹോർമോണൽ അസ്സ എന്ന് പറഞ്ഞാല് ഹോർമോണിൽ വിലയിരുത്തിക്കൊണ്ട് അസുഖങ്ങൾ കണ്ടെത്താൻ പറ്റും. അതായത് ശരിക്കും ഇറ്റ് ഈസ് യൂസ്ഡ് ടു കൺഫേം ദ ഹോർമോണൽ അബ്നോർമാലിറ്റീസ്. അവിടെ എങ്ങനെയുള്ള ടെസ്റ്റുകളാണ് ചെയ്യുന്നത്? ഹോർമോണൽ അബ്നോർമാലിറ്റീസ് കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റുകളാണ് ചെയ്യുന്നത്. അതാണ് ഹോർമോണൽ അസ്സ എന്ന് പറയുന്നത് കേട്ടോ. എക്സാമ്പിൾ നമ്മൾ പറഞ്ഞത് തൈറോയിഡ്, അതുപോലെ തന്നെ ഒബിസിറ്റി, പൊണ്ണത്തടി, പിന്നെ ഷിഫ പറയുന്നു അക്രോമെഗാലി കറക്റ്റ് ആണ്, ഭീമാകാരത്വം, അതൊക്കെ ഹോർമോണൽ ഇംബാലൻസ് കൊണ്ട് വരുന്ന പ്രശ്നങ്ങളാണ് കേട്ടോ. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു, അവസ്ഥയ്ക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മള് ഇന്നത്തെ ചാപ്റ്ററിനകത്ത് ലബോറട്ടറി സർവീസ് എന്ന് പറയുന്ന എന്താണ് ദീപ്തി, ബയോ കെമിക്കൽ അനാലിസിസിന് എക്സാമ്പിൾ LFT, ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് കേട്ടോ ദീപ്തി. ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് LFT, ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ്. അതിന് കുറച്ച് എനിക്ക് തോന്നുന്നു പേയ്മെന്റ് പൈസ കൂടുതലാണ്. സാധാരണ മറ്റുള്ളതിനേക്കാളും കുറച്ചും കൂടെ എമൗണ്ട് കൂടുതലാണ് LFT ചെയ്യുന്നതിനായിട്ട്. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ലബോറട്ടറി സർവീസ് എന്ന് പറയുന്ന ഒരു പുതിയ ചാപ്റ്റർ ആണ്. അമൃത, കൺജെനിറ്റൽ മീൻസ് ജന്മനായുള്ളത് കേട്ടോ, ജന്മനായുള്ളത്, ബൈ ബർത്ത്, നമുക്ക് ജന്മനാ ലഭിക്കുന്നത്. ക്ലിയർ ആയില്ലേ? അപ്പൊ നമ്മൾ ഇന്നത്തെ കിട്ടിയില്ലേ അമൃതയ്ക്ക്? അമൃത കൃഷ്ണ കിട്ടിയില്ലേ? കൺജെനിറ്റൽ മീൻസ് ജന്മനായുള്ളത് കേട്ടോ, ബൈ ബർത്തിലൂടെ നമുക്ക് കിട്ടുന്നത്. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ലബോറട്ടറി സർവീസ് എന്ന് പറയുന്ന ഒരു പുതിയ ചാപ്റ്റർ ആണ് നമ്മൾ തുടങ്ങിയത്. വലിയ കാര്യമായിട്ടൊന്നും നമ്മൾ അതിനകത്ത് പറഞ്ഞിട്ടില്ല. ലാബ് എന്താന്നുള്ളത് നമ്മൾ ജസ്റ്റ് പറഞ്ഞു. പിന്നെ ഒരു ലാബിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്, ലക്ഷ്യം എന്ന് പറയുന്നത് അവരുടെ കസ്റ്റമേഴ്സിന്, ദാറ്റ് മീൻസ് അത് ഡോക്ടർ ആവാം, പേഷ്യന്റ് ആവാം അല്ലെ, അവർക്ക് എക്സാക്ട് ആയിട്ടുള്ള ഒരു റിസൾട്ട് കൊടുക്കുക, പരിശോധനാ ഫലം കൊടുക്കുക എന്നുള്ളതാണ് ഏതൊരു ക്ലിനിക്കൽ ലബോറട്ടറിയുടെയും. വാതരോഗങ്ങൾ കൺജനിറ്റൽ ആണോ? ഷിഫ, വാത അസുഖങ്ങൾ അല്ലെ, വാതരോഗങ്ങള് അതെ അതെ കൺജനിറ്റൽ ആയിട്ട് വരാം. ചിലപ്പോ പാരമ്പര്യത്തിലൊക്കെ നമുക്ക് വരാറുണ്ട് ഒരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞാല് വാതരോഗങ്ങൾ. അതെ അതെ വരും, വാതരോഗങ്ങൾ വരും. ഓക്കെ, എനിക്കുണ്ടെന്നോ? ഷിഫയ്ക്ക് ഉണ്ടോ? എനിക്കുണ്ട്, പലതരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതല്ല പിന്നെ ഈ പറഞ്ഞ LFTയുടെ ഒക്കെ കാര്യം പറയുമ്പോ ഞാനൊക്കെ ഇടയ്ക്ക് ചെയ്യാറുണ്ട്, LFT ചെയ്യാറുണ്ട്. എനിക്ക് ഫാറ്റി ലിവർ പ്രോബ്ലം ഉണ്ടായിരുന്നു. അത് മനസ്സിലായത് LFT ചെയ്ത് കഴിഞ്ഞപ്പോഴാണ്. അങ്ങനെ കുറെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. SGPT ഒക്കെ കൂടി, ഭയങ്കരമായിട്ട് കൂടിപ്പോയി. അപ്പൊ പിന്നെ അത് സ്കാനൊക്കെ ചെയ്യേണ്ടി വന്നു. അപ്പോഴാണ് അറിഞ്ഞത് ഫാറ്റി ലിവർ ഉണ്ടെന്ന്. എനിക്കറിയില്ല ഞാൻ എന്ത് കഴിച്ചിട്ടാണ് ഫാറ്റി ലിവർ വന്നതെന്നുള്ളത്. എനിക്കറിയില്ല. ഞാൻ അങ്ങനെ ഒരുപാട് ഫാറ്റ് ആയിട്ടുള്ള ആഹാരം ഞാൻ കഴിക്കാറില്ല, പക്ഷെ അങ്ങനെ വന്നു. ജീവിതശൈലി രോഗമാണല്ലോ. അപ്പൊ നമ്മൾ ഇതിലോട്ട് വരാം. ലാബ് സർവീസസ് അല്ലെ, അതായത് ലാബിൽ നമുക്ക് തരുന്ന സേവനങ്ങൾക്കനുസരിച്ച് നമ്മൾ ലാബിനെ 5 ആയിട്ടാണ് ഡിവൈഡ് ചെയ്തത്. ഏതൊക്കെയാണത്? ക്ലിനിക്കൽ പാത്തോളജി, ക്ലിനിക്കൽ മൈക്രോബയോളജി, ക്ലിനിക്കൽ ബയോ കെമിസ്ട്രി, യൂറിനാലിസിസ്, ബ്ലഡ് ബാങ്ക്. സോണിയയ്ക്കുണ്ട് ഫാറ്റി ലിവർ. ശ്രദ്ധിക്കണം കേട്ടോ, ഫാറ്റി ലിവർ വന്നു കഴിഞ്ഞാല് ഭക്ഷണം ശ്രദ്ധിക്കണം, കുറച്ച് വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ചെയ്യണം.
ഇറ്റി പറയുന്നുണ്ട് എല്ലാവർക്കും ഉണ്ടെന്ന് മിക്കവർക്കും. അതെ, അപ്പൊ എനിക്കൊരു കൂട്ടായിരുന്നു. ശരി, അപ്പൊ നോക്കി ഫങ്ഷണൽ ഡിവിഷൻസ് നമ്മൾ പറഞ്ഞ 5 ഡിവിഷൻസ് ആയിട്ടാണ് നമ്മൾ തിരിച്ചേക്കുന്നത് അല്ലെ. ക്ലിനിക്കൽ പാത്തോളജി, ക്ലിനിക്കൽ മൈക്രോബയോളജി, ക്ലിനിക്കൽ ബയോ കെമിസ്ട്രി, യൂറിനാലിസിസ് ആൻഡ് ബ്ലഡ് ബാങ്ക്. അതിനകത്ത് അതെ സോണിയ, ഒന്നും കഴിക്കുന്നില്ല, പക്ഷെ എങ്ങനെയോ വന്നു പെട്ടു. അതെ ഇപ്പോഴത്തെ ആരോഗ്യ മീൻസ് ആഹാരത്തിന്റെ പ്രത്യേകത കൊണ്ടായിരിക്കും. പണ്ടുള്ള ആളുകൾക്കൊന്നും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. അവരൊക്കെ നല്ല ആരോഗ്യവാന്മാരായിട്ടിരിക്കുന്നു. ഇപ്പോഴത്തെ ജനറേഷൻ, ഇപ്പോഴത്തെ ആളുകൾക്കാണ് കൂടുതലും അസുഖങ്ങൾ വരുന്നതും അതുപോലെ ലൈഫ് എക്സ്പെക്ടൻസി ഒക്കെ കുറവാണ് ഇപ്പോഴത്തെ ആളുകൾക്ക് അല്ലെ. പണ്ടത്തെ ആൾക്കാരൊക്കെ എത്ര വയസ്സ് വരെ ജീവിക്കുന്നു അല്ലെ, 100-101 വയസ്സ് വരെ ജീവിച്ചിരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. നമ്മളൊക്കെ പെട്ടെന്ന് ചിലപ്പോൾ തട്ടിപ്പോകും. അപ്പൊ യൂറിനാലിസിസ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഇസ് ദ ടെസ്റ്റ് ഓഫ് യൂറിൻ അല്ലെ. യൂറിൻ ടെസ്റ്റ് ചെയ്തുകൊണ്ട് പല രോഗനിർണയം നമുക്ക് നടത്താൻ പറ്റും. നമ്മൾ എക്സാമ്പിൾ പറഞ്ഞു, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ് ഒക്കെ എക്സാമ്പിൾ പറഞ്ഞു. പിന്നെ ബ്ലഡ് ബാങ്കും നമ്മൾക്കറിയാം. പിന്നെ നമ്മൾ കണ്ടത് ക്ലിനിക്കൽ പാത്തോളജി അല്ലെ. ക്ലിനിക്കൽ പാത്തോളജിക്കകത്ത് ചെയ്യുന്നത് ബ്ലഡ് മറ്റുള്ള ബോഡി ഫ്ലൂയിഡ്സിനെ പരിശോധനാ വിധേയമാക്കിക്കൊണ്ട് നമ്മൾ പല രോഗങ്ങളും കണ്ടുപിടിക്കുന്നു. അപ്പൊ അതിനകത്ത് നമ്മൾ പറഞ്ഞു ഹെമറ്റോളജി, സ്റ്റഡി ഓഫ് ബ്ലഡ് ആൻഡ് ബ്ലഡ് ഡിസോർഡേഴ്സ്. ഓക്കെ, ഹിസ്റ്റോപാത്തോളജി, സ്റ്റഡി ഓഫ് ദ ഡിസീസ്ഡ് ടിഷ്യൂസ്, കലകൾ കേട്ടോ. ടിഷ്യൂ എന്ന് വെച്ചാൽ കലകള്. സൈറ്റോളജി മീൻസ് സ്റ്റഡി ഓഫ് സെൽസ്, കോശങ്ങൾ. എക്സാമ്പിൾ നമ്മൾ പറഞ്ഞത് സ്ക്രീനിങ് ടെസ്റ്റ് ഫോർ ക്യാൻസർ ആണ് പറഞ്ഞത്. പിന്നെ റൂട്ടീൻ പാത്തോളജി, ഇറ്റ് ഗീവ്സ് ദ വാല്യൂബിൾ ഇൻഫർമേഷൻ അബൌട്ട് ദ ഓവറോൾ ഹെൽത്ത്. എക്സാമ്പിൾ നമ്മൾ പറഞ്ഞത് CBC ആണ്, കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട്. കിട്ടിയില്ല. പിന്നെ ക്ലിനിക്കൽ മൈക്രോബയോളജി നമ്മൾ പറഞ്ഞപ്പോ മൈക്രോ അല്ലെ, മൈക്രോ ഓർഗാനിസംസ് ആയിട്ട് നമ്മൾ കണക്ട് ചെയ്തു. മൈക്രോ ഓർഗാനിസംസ് അഥവാ സൂക്ഷ്മ രോഗാണുക്കളെ കണ്ടെത്തുന്നു, അവയെ പരിശോധിക്കുന്നു, അങ്ങനെ നമ്മൾ രോഗം കണ്ടെത്തുന്നു അല്ലെ. എന്തൊക്കെയാണ് ഇതിനകത്ത്? ബാക്ടീരിയോളജി, മൈക്കോബാക്ടീരിയോളജി, വൈറോളജി, മൈക്കോളജി, പാരസൈറ്റോളജി, ഇമ്മ്യൂണോളജി, സെറോളജി. ഓരോന്ന് എന്താണെന്ന് നമ്മൾ പറഞ്ഞു കേട്ടോ. വൈറോളജി, സ്റ്റഡി ഓഫ് വൈറസ് ആൻഡ് വൈറൽ ഡിസീസസ്. മൈക്കോളജി ശ്രദ്ധിക്കണേ, സ്റ്റഡി ഓഫ് ഫംഗി ട്ടോ, ഫംഗസുകളെ കുറിച്ചുള്ളത്. പാരസൈറ്റോളജി, സ്റ്റഡി ഓഫ് പാരസൈറ്റ്സ്. ഇമ്മ്യൂണോളജി, സ്റ്റഡി ഓഫ് ദ ഇമ്മ്യൂൺ സിസ്റ്റം ആൻഡ് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഡിസീസസ്. സെറോളജി, ഇത് യൂസ്ഡ് ടു ഫൈൻഡ് ദ സ്പെഷ്യൽ ആന്റിബോഡീസ് ഇൻ ദ ബ്ലഡ്. പിന്നെ ക്ലിനിക്കൽ ബയോ കെമിസ്ട്രി പറഞ്ഞപ്പോ കെമിസ്ട്രി ആയിട്ട് കണക്ട് ചെയ്തു. എൻസൈംസ്, അതുപോലെ തന്നെ പ്രോട്ടീൻസ്, ലിക്വിഡ്സ്, അവയൊക്കെ പരിശോധന വിധേയമാക്കിക്കൊണ്ട് പല വിധത്തിലുള്ള അസുഖങ്ങളും നമ്മൾ കണ്ടെത്തുന്നു. അതിനകത്ത് ബയോ കെമിക്കൽ അനാലിസിസ്, അവിടെ എങ്ങനെയുള്ള സേവനങ്ങളാണ് ചെയ്യുന്നത്? ടെസ്റ്റ് യൂസ്ഡ് ടു ഫൈൻഡ് ദ പ്രസൻസ് ഓർ ആബ്സെൻസ് ഓഫ് എൻസൈംസ്, പ്രോട്ടീൻസ്, ലിക്വിഡ്സ് ആക്ടിവിറ്റി. അതിലൂടെ പല അസുഖങ്ങൾ കണ്ടെത്താൻ പറ്റും. എക്സാമ്പിൾ നമ്മൾ പറഞ്ഞത് ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് ആണ് കേട്ടോ, LFT ആണ് പറഞ്ഞത്. പിന്നെ പറഞ്ഞു ഹോർമോണൽ അസേ, ഹോർമോണിനെ വിലയിരുത്തുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? യൂസ്ഡ് ടു കൺഫേം ദ ഹോർമോണൽ അബ്നോർമാലിറ്റീസ്. എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു തൈറോയിഡ് ഇഷ്യൂസ്, അതുപോലെ ഒബിസിറ്റി, അക്രോമിഗാലി, PCOS, ഇതൊക്കെ എക്സാമ്പിൾ ആണ് കേട്ടല്ലോ. അപ്പൊ ഇതാണ് ഈ ഒരു ചാപ്റ്റർ. ഇന്ന് ഞാൻ ഈ ഒരു പേജ് തീർക്കുന്നുള്ളൂ. നമുക്ക് അടുത്തത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഹോസ്പിറ്റൽസില് കുറച്ച് പോർഷൻസ് മീൻസ് അബ്രീവിയേഷൻസ് നമ്മൾ പറയാതെ നിർത്തിയിരുന്നു. സ്ക്രീനിൽ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ. അത് നമുക്കൊന്ന് പറഞ്ഞു പോണം. ഒരു മിനിറ്റ്, കുറച്ച് വെള്ളം കുടിക്കട്ടെ. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മാറ്റി വെച്ചതാണ് അബ്രീവിയേഷൻ അല്ലെ, ചുരുക്കെഴുത്തുകൾ. കുറെയൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ് കേട്ടോ. നമുക്കൊന്ന് വായിച്ചു പോകാം. ഫസ്റ്റ് വൺ എന്താണ് പറയുന്നത്? PHC. എന്താണ്? പ്രൈമറി ഹെൽത്ത് കെയർ സെന്റർ. ഇതാണ് പ്രൈമറി ഹെൽത്ത് കെയർ സെന്റർ അല്ലെ, പ്രാഥമിക ആരോഗ്യ കേന്ദ്രം എന്നതിന്റെ അബ്രീവിയേഷൻ അഥവാ പ്രൈമറി ഹെൽത്ത് കെയർ സെന്ററിന്റെ അബ്രീവിയേഷൻ ആണ് എന്ന് പറയുന്നത് PHC എന്ന് പറയുന്നത്. അറിയാലോ. അടുത്തത് FHC. ഏതാണ്? ഫാമിലി ഹെൽത്ത് സെന്റർ. ഏതാണ്? ഫാമിലി ഹെൽത്ത് സെന്റർ അഥവാ കുടുംബാരോഗ്യ കേന്ദ്രം. മനസ്സിലായല്ലോ. അടുത്തത് ഏതാണ് വരുന്നത്? CPHC. CPHC എന്താണ്? കോംപ്രിഹെൻസീവ് പ്രൈമറി ഹെൽത്ത് കെയർ എന്നതിന്റെ അബ്രീവിയേഷൻ അഥവാ ചുരുക്കെടുത്താണ് CPHC എന്ന് പറയുന്നത്. പഠിച്ചു വെക്കണം കേട്ടോ. CPHC എന്ന് പറഞ്ഞാല് കോംപ്രിഹെൻസീവ് പ്രൈമറി ഹെൽത്ത് കെയർ.
അതായത് സമഗ്ര പ്രാഥമിക ആരോഗ്യ സംരക്ഷണം എന്ന് പറയും. സമഗ്ര പ്രാഥമിക ആരോഗ്യ സംരക്ഷണം. അടുത്തത് SWAAJ എന്നാണ് കൊടുത്തിരിക്കുന്നത്. ജെ അല്ല അവിടെ വരിക, ഡി ആണ് കേട്ടോ വരിക. ഡി ആണ്. SWAAD എന്താണ്? സ്റ്റെപ്പ് വൈസ് അപ്രോച്ച് ടു എയർവേ ഡിസീസസ് എന്ന് പറഞ്ഞാല് എന്താണ്? എയർവേ രോഗങ്ങളിലേക്കുള്ള ഘട്ടം ഘട്ടമായുള്ള സമീപനം എന്ന് പറയും. അതായത് സ്റ്റെപ്പ് വൈസ് അപ്രോച്ച് ടു എയർവേ ഡിസീസസ് അല്ലെ. എയർവേ ഡിസീസസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള അസുഖങ്ങളാണ്. ആസ്മ പോലുള്ള അസുഖങ്ങൾ, മനസ്സിലായ? ആസ്മ, അതുപോലെ തന്നെ മറ്റേ എന്താണ് COPD, ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ് അടുത്ത് വരുന്നുണ്ട് COPD. അപ്പൊ അതൊക്കെ എന്താണ്? എയർവേ ഡിസീസസ് ആണ്. അപ്പൊ സ്റ്റെപ്പ് വൈസ് അപ്രോച്ച് ടു എയർവേ ഡിസീസസ് അല്ല, ഡിസീസസിന്റെ D ആണ് കേട്ടോ അവിടെ വരുന്നത്. ജെ എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്, അതൊന്ന് തിരുത്തണം. കിട്ടിയെന്ന് വിചാരിക്കുന്നു. അടുത്തത് എന്താണ്? COPD. അതൊരു എന്താണ്? എയർവേ ഡിസീസ് ആണ്. ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ്. എന്താണ്? ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ് കേട്ടോ. അതായത് മറ്റേ എന്താ പറയാ, വിട്ടുമാറാത്ത ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസുഖമാണ് COPD എന്ന് പറയുന്നത്. COPD കേട്ടോ, ക്രോണിക് ആണ്. ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ് കേട്ടോ. അടുത്തതാണ് ASH, ആശാ വർക്കർ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? ആശാ വർക്കർമാരൊക്കെ ഉണ്ടാവില്ലേ നമ്മുടെ വാർഡിനകത്ത്? എന്താണ് ആശ എന്നതിന്റെ ഫുൾ ഫോം എന്താണ്? അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ്. എന്താണ്? അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ്, അതായത് അംഗീകൃത സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ് എന്നാണ് പറയുന്നത് കേട്ടോ. ആശാ വർക്കർ അല്ലേ, നമ്മുടെ നാട്ടിലുണ്ട് ആശാ വർക്കർമാർ അല്ലെ. നമ്മുടെ എന്താ പറയാ, പ്രഗ്നന്റ് ആയിട്ടുള്ള ലേഡീസിനെ, അതുപോലെ തന്നെ കുഞ്ഞുങ്ങളൊക്കെ ഉള്ള അമ്മമാർക്കൊക്കെ വാക്സിൻ ഒക്കെ എടുക്കേണ്ട സമയമൊക്കെ ആയി കഴിയുമ്പോൾ അതിൽ നമ്മൾ വിളിച്ചറിയിക്കും അല്ലെ. അതുപോലെ പ്രഗ്നന്റ് ആയിട്ടുള്ള ലേഡീസ് ഉണ്ടോ എന്നൊക്കെ അന്വേഷിക്കുക, അവർക്ക് വേണ്ട പോഷകാഹാരങ്ങളൊക്കെ ലഭിക്കുന്നുണ്ടോ, അങ്ങനെയുള്ളത്. എന്താണ് ജഹാൻ? ദീപ്തി എന്റെ അമ്മ ആശാ വർക്കറാണ്. ഓക്കെ മോളെ. ജഹാൻ എന്താ ചോദിച്ചാൽ മലയാളം മീനിങ് എക്സാമിന് വരും? ഇല്ല, മലയാളം മീനിങ് ഒന്നും വരില്ല കേട്ടോ. നിങ്ങൾ ഇതിന്റെ ഫുൾ ഫോം പഠിച്ചു വെച്ചാൽ മതി. മലയാളത്തിൽ ഞാൻ നമുക്ക് പറഞ്ഞത് മാത്രം. നിങ്ങള് ഫുൾ ഫോം പഠിച്ചു വെക്കണം കേട്ടോ. ആശ, ASH, അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ് കേട്ടോ. കിട്ടിയില്ല? പിന്നെ എന്താണ് AWW? എന്താണ്? അംഗൻവാടി വർക്കർ. എന്താണ്? അംഗൻവാടി വർക്കർ. അതിന്റെ ഷോർട്ട് ഫോം ആണ് AWW എന്ന് പറയുന്നത്. മനസ്സിലായില്ല? പിന്നെ അടുത്തത് ഏതാണ്? ഫോർത്ത് വൺ ഒന്നുകൂടെ പറയൂ. 1, 2, 3, 4. സ്വാഡ് കേട്ടോ. SWAAJ അല്ലാട്ടോ നിഖില, J അല്ല, D ആണ്. അതിന്റെ ഫുൾ ഫോം സ്റ്റെപ്പ് വൈസ് അപ്രോച്ച് ടു എയർവേ ഡിസീസസ്, അതായത് എയർവേ അസുഖങ്ങളിലേക്കുള്ള ഘട്ടം ഘട്ടമായുള്ള സമീപനം. ഞാൻ അതിനെ മലയാളീകരിച്ച് പറഞ്ഞതാണ് കേട്ടോ, അങ്ങനെയൊന്നും പറയണ്ട. സ്റ്റെപ്പ് വൈസ് അപ്രോച്ച് ടു എയർവേ ഡിസീസസ്, അതായത് എയർവേ ഡിസീസസ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ പറഞ്ഞ നമ്മുടെ ശ്വാസനാളം അല്ലെങ്കിൽ ശ്വാസകോശമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട അസുഖങ്ങളാണ്. ആസ്മ പോലുള്ള അസുഖങ്ങൾ. പിന്നെ നമ്മൾ ഈ പറഞ്ഞ COPD ഇല്ലേ, ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ്, വിട്ടുമാറാത്ത ശ്വാസകോശ അസുഖമാണത് COPD. അതൊക്കെ എയർവേ ഡിസീസിനുള്ള എക്സാമ്പിൾ ആണ് കേട്ടോ. നമ്മൾ ഫുൾ ഫോം നോക്കാം. J അല്ല, D ആണ് ഇത് കേട്ടോ. പിന്നെ അടുത്തത് ലാസ്റ്റ് ആൻഡ് ഫൈനൽ വൺ WHSNC. എന്താണത്? വാർഡ് ഹെൽത്ത് സാനിറ്റേഷൻ ആൻഡ് ന്യൂട്രീഷൻ കമ്മിറ്റി. എന്താണ്? വാർഡ് ഹെൽത്ത് സാനിറ്റേഷൻ ആൻഡ് ന്യൂട്രീഷൻ കമ്മിറ്റി. നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോ ഈ സാംക്രമിക രോഗങ്ങളൊക്കെ വരുന്ന സമയത്ത് നമ്മുടെ വീട്ടിലൊക്കെ ബ്ലീച്ചിങ് പൗഡർ ഒക്കെ കൊണ്ട് ആൾക്കാർ വരാറുണ്ട് അല്ലെ. ഹെൽത്തിൽ നിന്ന് വരാറുണ്ട്, ബ്ലീച്ചിങ് പൗഡർ ഒക്കെ കൊണ്ടുവരാറുണ്ട്. എന്നിട്ട് നമ്മളോട് പറയുന്നത് അതൊക്കെ ഡൈല്യൂട്ട് ചെയ്തിട്ട് കിണറ്റിലൊക്കെ ഒഴിക്കാനൊക്കെ പറഞ്ഞ് അങ്ങനെയുള്ള മറ്റേ അയൺ ടാബ്ലറ്റ്സ് ഒക്കെ കൊണ്ട് ആൾക്കാർ വരാറുണ്ട്. അതിനൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. വാർഡ് ഹെൽത്ത് സാനിറ്റേഷൻ ആൻഡ് ന്യൂട്രീഷൻ കമ്മിറ്റി. അതുപോലെ ഇടയ്ക്ക് എന്താണ് നമ്മുടെ വീട്ടിലിപ്പോ കൊതുകുജന്യ രോഗങ്ങളൊക്കെ വരാതിരിക്കാനായിട്ട് നമ്മുടെ വീട്ടിലൊക്കെ വന്ന് നോക്കും അല്ലെ. മറ്റേ വെള്ളം കെട്ടി കിടക്കുന്നുണ്ടോ, അപ്പൊ അങ്ങനെ വെള്ളം കെട്ടി കിടക്കുന്നതൊക്കെ അവരുടെ ശ്രദ്ധയിൽ പെട്ട് കഴിഞ്ഞാൽ അവരെന്ത് പറയും? അത് കമത്തി കളയണം അല്ലെ എന്നൊക്കെ നമ്മളോട് പറയും
അല്ലേ? കൊതുകുജന്യ രോഗങ്ങൾ, രോഗം വരാതിരിക്കാനുള്ള പ്രിക്കോഷൻസ് ഒക്കെ എടുക്കാനുള്ള ബോധവൽക്കരണോ അല്ലെങ്കിൽ അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്ന ആൾക്കാരാണ് ഈ വാർഡ് ഹെൽത്ത് സാനിറ്റേഷൻ ആൻഡ് ന്യൂട്രീഷൻ കമ്മിറ്റി എന്നൊക്കെ പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ അതിന്റെ അബ്രീവിയേഷൻ ചുരുക്കെഴുത്താണെന്ത്? WHSNC. എന്താണ് WHSNC? വാർഡ് ഹെൽത്ത് സാനിറ്റേഷൻ ആൻഡ് ന്യൂട്രീഷൻ കമ്മിറ്റി. അപ്പൊ ഒന്നുകൂടെ നമുക്ക് അബ്രീവിയേഷൻസ് വായിക്കാം. PHC എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്രൈമറി ഹെൽത്ത് സെന്റർ, പ്രൈമറി ഹെൽത്ത് കെയർ സെന്റർ. FHC മീൻസ് ഫാമിലി ഹെൽത്ത് സെന്റർ. CPHC കോംപ്രിഹെൻസീവ് പ്രൈമറി ഹെൽത്ത് കെയർ. SWAD SWAAD ആണ് സ്റ്റെപ്പ് വൈസ് അപ്രോച്ച് ടു എയർവേ ഡിസീസസ്. COPD എന്താണ്? ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ്. ASHA ASH അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ്. AWW എന്ന് പറഞ്ഞാൽ അംഗൻവാടി വർക്കർ. പിന്നെന്താണ്? WHSNC അതായത് വാർഡ് ഹെൽത്ത് സാനിറ്റേഷൻ ആൻഡ് ന്യൂട്രീഷൻ കമ്മിറ്റി. കിട്ടിയോ? കിട്ടിയില്ലേ? പഠിച്ചു വെച്ചോളൂ കേട്ടോ. അപ്പൊ ഞാന് ഇന്നത്തെ ഒന്ന് അൺമ്യൂട്ട് ചെയ്യാണ്. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ ഇന്നടുത്ത ക്ലാസ്സിൽ. ഡൗട്ട്സ് ഒന്നുമില്ല? ക്ലിയർ ആണോ? ആരൊന്നും പറയുന്നില്ല. ഓക്കെ ആണെന്ന് വിചാരിക്കാം. ക്ലിയർ ആയി? ആ, അമൃതയ്ക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? അമൃത കൃഷ്ണ? ഇല്ല. ചാപ്റ്റർ ഏതാണ് മാം? നമ്മളിപ്പോ എടുത്തുകൊണ്ടിരിക്കുന്നത് ചാപ്റ്റർ 18 ആണ് കേട്ടോ. ലബോറട്ടറി സർവീസസ്. എന്താണ് ലബോറട്ടറി സർവീസ്? എന്താണ് അലീന? റിയേജൻസോ? റിയേജൻസ് എന്ന് വെച്ചാൽ കെമിക്കൽസ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കെമിക്കൽസ് കേട്ടോ. റിയേജൻസ്, കെമിക്കൽസ് ആൻഡ് റിയേജൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മുടെ ലാബിനകത്ത് പലതരത്തിലുള്ള റിയേജൻസ് യൂസ് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോ ബ്ലഡ് ബാങ്കിനകത്ത് ബ്ലഡ് കട്ടയാവാതിരിക്കാനായിട്ട് ഒരു ആന്റിബയോട്ടിക്കിന്റെ ഡ്രഗ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. സോഡിയം സിട്രേറ്റ് ഒക്കെയാണ് യൂസ് ചെയ്യുക. സോഡിയം സിട്രേറ്റ് ഉണ്ട്, പിന്നെ EDT ഉണ്ട്, അങ്ങനെയൊക്കെ. എന്താണ് സീജ മിസ്സിന്റെ നെയിം? എന്റെ പേര് വന്ദന കേട്ടോ. വന്ദന എന്നാണ് എന്റെ പേര്. ആ പറയാം, TT പറയാം, കോവിഡ് പറയാം കേട്ടോ, കോവിഡ് പറയാം. അപ്പൊ അലീന, ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ പല റിയേജൻസ് യൂസ് ചെയ്യുന്നുണ്ട്. സോഡിയം സിട്രേറ്റ് അതൊരു കെമിക്കലാണ്, ഒരു റിയേജന്റ് ആണ്. അതുപോലെ നമ്മള് ഈ ഷുഗർ ഒക്കെ ടെസ്റ്റ് ചെയ്യാനായിട്ട് ബെനഡിക്റ്റ് സൊല്യൂഷൻ ഒക്കെ ഉപയോഗിക്കും. അതൊക്കെ കെമിക്കലാണ്, മീൻസ് അതൊരു റിയേജന്റ് ആണ്. അതുപോലെ ബഫർ സൊല്യൂഷൻസ് യൂസ് ചെയ്യും pH എന്താ പറയാ pH റെഗുലേറ്റ് ചെയ്യാനായിട്ട്. അപ്പൊ അതൊക്കെ ഈ പറഞ്ഞത് കെമിക്കൽസും റിയേജൻസും ഒക്കെയാണ് കേട്ടോ. റിയേജന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് പ്രോപ്പർ മലയാളം എന്ന് പറയാൻ പറ്റില്ല, കെമിക്കൽസ് ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ലാബിനകത്ത് ഉപയോഗിക്കും. ക്ലിയർ ആണല്ലോ? അപ്പൊ നിങ്ങൾക്ക് ക്ലാസ്, ഇന്നത്തെ ക്ലാസ് മനസ്സിലായി. ജസ്റ്റ് ഒരു പേജേ എടുത്തിട്ടുള്ളൂ. എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ടേംസുകൾ വരുന്നത് കാരണം കൊണ്ടാണ്. ഈ ടേംസ് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ഇനി ഡൗട്ട് വരരുത്, അതുകൊണ്ടാണ്. ഇനിയുള്ളതിലൊന്നും അങ്ങനത്തെ പ്രശ്നങ്ങളില്ല. ഇനിയുള്ള പേജസ് ഒക്കെ നമുക്ക് വായിച്ച് മനസ്സിലാക്കി പോകാവുന്ന കാര്യമുള്ളൂ. പക്ഷെ നമ്മൾ പെട്ടെന്ന് മൈക്കോളജി എന്താ അല്ലെങ്കിൽ പാരസൈറ്റോളജി എന്താന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ അറിയണം കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് പറഞ്ഞത്. പിന്നെ ഞാനൊരു കാര്യം പ്രത്യേകം പറയാണ്, പല ആളുകൾക്കും അറിയുന്നവരുണ്ടാകും, ഇഷ്ടംപോലെ പേർക്ക് അറിയുന്നവരായിരിക്കും. പക്ഷെ അറിയാത്ത കുട്ടികളുണ്ടെങ്കിൽ അവർക്കും കൂടെ കയറി പോരാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ അവർക്കൊരു ബോറടി ഫീൽ ചെയ്യരുത്. ഞാനത് പ്രത്യേകം പറയാണ്. ഒരു ക്ലാസ് ആണ്, എല്ലാ തരത്തിലുള്ള കുട്ടികളും നമ്മുടെ ക്ലാസ്സിൽ ഉണ്ടാവും അല്ലെ. അറിയുന്നവരുണ്ടാവും, നല്ല നോളജ് ഉള്ള കുട്ടികളുണ്ടാവും, അല്ലാത്തവരും ഉണ്ടാവും, ഇടയിൽ നിൽക്കുന്ന കുട്ടികളുണ്ടാവും. അപ്പൊ അവരെ കൂടെ കണക്കാക്കിയിട്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ പറയുന്നത്. അതിലൊന്നും ഇത് വിചാരിക്കേണ്ട. അപ്പോ നമ്മുടെ ക്ലാസ് ഇന്നത്തെ വൈൻഡ് അപ്പ് ചെയ്യാണ്. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കാം. ടേക്ക് കെയർ. Thank you. Okay, bye.